No, don't try, it's been a secret for the longest time. Don't run, no, don't hide, been running from it for the longest time. So many mornings I woke up confused in my dreams. I do anything I want to you. My emotions are naked, they're taking me out of my mind. Right now I'm shameless, screaming my lungs out for you. Not afraid to face it. I need you more than I want to, need you more than I want to. Show me you're shameless, right on my neck, why don't you? Yeah, I won't erase it. I need you more than I want to, need you more than I want to. ഇപ്പൊ എഴുന്നേറ്റ് ഓടിയില്ലേ, അതാണ് നമ്മുടെ മാധുരി, കഥയിലെ മെയിൻ ക്യാരക്ടർ. ആളൊരു പാവ, ആർക്ക് വേണേലും എപ്പോ വേണേലും പറ്റിക്കാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെ ഓടാനും കാരണമുണ്ട്. ഒരു മീറ്റിംഗ് പറഞ്ഞിട്ട് പുള്ളിക്കാരി ലേറ്റാ, പക്ഷെ അതിനും കാരണമുണ്ട്. അതൊക്കെ വഴിയെ മനസ്സിലാക്കാം. ഇതാണ് ദേവരാജ്, അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാനാ. മാരീഡ് ആണ്, 2 മക്കളുണ്ട്. നോക്കണ്ടടാ ഉണ്ണി, ഇത് അവള് തന്നെ റെഡി ആയിട്ട് വന്നതാ. ഐ റിയലി ഹാപ്പി ടു സേ ദാറ്റ് ഈ കൊളാബറേഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. താങ്ക് യു സർ. പ്രതാപന്റെ ക്ലോസസ്റ്റ് ഫ്രണ്ടാ താൻ? പ്രതാപിന്റെ പി ആണല്ലേ? Can I know your name? I'm Madhuri Vishwanath, and Pradhan sir is my uncle. Oh, really? എനിക്കറിയില്ലായിരുന്നു. ആൻഡ് പ്രതാപനോട് ഈ കാര്യം പറഞ്ഞിട്ടുമില്ല. എനിവേസ്, പ്രതാപനോട് പറഞ്ഞേക്ക് നമുക്ക് കാണാമെന്ന്. ഓക്കെ then, you can take your leave. Okay sir, thank you so much. Hey, മാധു. അമലേട്ടൻ. ഇതാണ് അമൽരാജ്, നേരത്തെ പറഞ്ഞ ദേവരാജിന്റെ മൂത്ത മകൻ. പുള്ളിക്കാരൻ ആളൊരു പാവ, കുറെ വർഷമായിട്ട് ഒരാളെ മനസ്സിലിട്ട് നടക്കുക. ഓ ഗോഡ്, നീ എന്നെ മറന്നില്ലല്ലോ, അത് മതി. ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് 5 years. എവിടെയായിരുന്നു? കണ്ണു കാണാതെ നീ എങ്ങോട്ടാ പോയത്? ഒന്നും പറയാതെ. ആൻഡ് നീ ചേഞ്ച് ആയിട്ടുണ്ട് ഒരുപാട്. അല്ല, നീ എന്താ ഇവിടെ? അമലേട്ടൻ ഒട്ടും മാറിയിട്ടില്ല, പണ്ടത്തെ അതേപോലെ തന്നെ, ചോദ്യത്തിന് മേലെ ചോദ്യം. ഓ സോറി, പെട്ടെന്ന് കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് ആൻഡ് കാണാതെ കുറെ ആയതിന്റെ ക്യൂരിയോസിറ്റി എല്ലാം ഒന്നിച്ചു വന്നപ്പോ കുറെ ചോദ്യങ്ങളായി പോയി. സോറി. ഓ, ഇറ്റ്സ് ഓക്കേ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഷാൽ വി ഹാവ് എ കപ്പ് ഓഫ് കോഫി? അമലേട്ടാ, ഐ എം സോറി, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്, ആൻഡ് ഞാൻ കമ്പനി ആവശ്യമായിട്ടാ ഇങ്ങോട്ട് വന്നത്. ഓ റിയലി? താൻ ഇവിടെ എന്തിനാ വന്നത്? ആക്ച്വലി ഈ കമ്പനിയായി ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് ഒരു കൊളാബറേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ബോസ് എന്നെ അയച്ചതാ. ഓ ഐ സീ. എനിക്കറിയില്ലായിരുന്നു അമലേട്ടൻ ഇവിടെയാ വർക്ക് ചെയ്യുന്നതെന്ന്. നോട്ട് ലൈക്ക് ദാറ്റ്. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നതല്ല, ഇത് ഞങ്ങളുടെ കമ്പനിയാ. ആൻഡ് പപ്പ ഇസ് ദർ. നീ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് താൻ ഞാനിവിടെ വർക്ക് ചെയ്യുവാണെന്ന് അറിഞ്ഞിരുന്നേ ചിലപ്പോൾ വരില്ലായിരുന്നു അല്ലേ?
ഒന്നുമല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് എനിക്കെന്തിനാ അങ്ങനെ? ഓ റിയലി? പക്ഷേ എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ടൈം ഞങ്ങളുടെ മീറ്റ് അതിനുശേഷം താൻ എന്നെ കാണണ്ടെന്ന് വിചാരിച്ച് കാണുന്ന. അമലേട്ടാ, അത് തന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ഐം സോറി. താനിപ്പോ എവിടെയാ വർക്ക് ചെയ്യുന്നേ? ഞാനിപ്പോ വർമ്മ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയില ഡിസൈനിങ് ബ്രാൻഡ്സ്. ഓ, പ്രതാപ് വർമ്മ. യെസ്, ഹീസ് മൈ അങ്കിൾ. ഓ ഐ സീ. ഇത്രയും വർഷം കണ്ടില്ല, എവിടായിരുന്നു? എല്ലാവരുടെയും ജീവിതം ഒരുപോലെ ആയിരിക്കില്ലല്ലോ. കുറച്ച് പേരിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് ആരുടെ കൺമുന്നിലും വരാൻ എനിക്ക് തോന്നിയില്ല. സോ ഞാൻ ഇവിടെ നിന്ന് മാറി. അബിയുടെ എന്താ ഇപ്പൊ ചെയ്യുന്നേ? അബി ഇവിടെ ഈ കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്. ഓ, അവൻ ഒരുപാട് മാറി, പണ്ടത്തെ പോലെയല്ല. എങ്ങനെയാന്ന് പറഞ്ഞാ ഇപ്പോ താൻ ഡിസപ്പിയർ ആയ ആ വർഷം തന്നെ അവന്റെ മൂഡ് എന്താ പറ്റിയെന്ന് അറിയില്ല. അവൻ ആകെ ചേഞ്ച് ആയി. എനിക്കറിയില്ലടോ എന്താ കാര്യമെന്ന്. ഞങ്ങള് തന്നെ അവനെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാന്ന് മറന്നുപോയി തുടങ്ങി. അവൻ ആരോടും സംസാരിക്കുന്നില്ല. ലൈക്ക് നീ ഇപ്പൊ ചോദിച്ചപ്പോ അവന് ഞാൻ പെട്ടെന്ന് ഓർത്ത പോലെ. എന്താന്നറിയില്ല, അവൻ എന്താ പറ്റിയെന്നും അറിയില്ല. അവനിപ്പോ അടുത്ത പോലെയല്ല, ഭയങ്കര കോൾഡ്, ആരോടും സംസാരിക്കില്ല. ഓ സോറി, ഞാൻ എന്തിനാ അവനെ കുറിച്ച് നിന്നോട് പറയുന്നേ അല്ലേ? അല്ല, തനിക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം തന്റെ വീട്ടിലേക്ക്. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ പൊക്കോളാം. പ്ലീസ് ഡേ, അറ്റ്ലീസ്റ്റ്. ശരി എന്നാ. ഞാനൊരു കാര്യം ചോദിച്ചായിരുന്നു, താൻ അതെനിക്ക് റിപ്ലൈ തന്നില്ല. എന്ന് ചോദിച്ചത്? അന്ന് ചോദിച്ചതല്ല, ഇപ്പൊ ചോദിച്ചതാ. അന്ന് ചോദിച്ചതിന് തക്കതായ കാരണം പറഞ്ഞ് നീ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയില്ലേ? സോ എനിക്കതിൽ ഡൗട്ടില്ല. ആൻഡ് ഞാനിപ്പോ ചോദിച്ചത്, താൻ ഇപ്പോ മാരീഡ് ആണോ? അത് പിന്നെ ഞാൻ. ഓ വെയിറ്റ്, തനിക്കിപ്പോ സെയിം റീസൺ തന്നെയാണോ? നോട്ട് ലൈക്ക് ദാറ്റ്. എനിക്ക് അതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. സോ ഞാൻ മാരേജ് ഒന്നും കഴിച്ചില്ല. അതിനർത്ഥം താൻ ഇപ്പോഴും ഒറ്റയ്ക്കാണ്. Then can I ask you something? അമലേട്ടാ, അന്ന് ചോദിച്ചത് തന്നെയാണോ ചോദിക്കാൻ പോകുന്നതെങ്കിൽ പ്ലീസ് ഡോണ്ട്. എനിക്കത് താല്പര്യമില്ലാത്ത കാര്യം. മാധു, അന്ന് നിനക്ക് പറയാനുണ്ടായ കാരണം എനിക്ക് വ്യക്തമായി മനസ്സിലായി. പക്ഷെ ഇപ്പോഴെന്നാ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ നിനക്കൊരു ജോലിയുണ്ട്. വൈ യു ആർ സ്റ്റിൽ റിജക്റ്റിംഗ്? ഇത്രയും വർഷമായില്ലേ, നിനക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ? എടി, എനിക്ക് നിന്നോടുണ്ടായ ഇഷ്ടം അത് ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട്. എനിക്ക് വേറെ ആരോടും അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടുമില്ല. പ്ലീസ് ടീ, എന്നെ ഒന്ന് മനസ്സിലാക്ക്. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. അമലേട്ടാ, ഒത്തിരി പ്രശ്നമുണ്ട്. എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ നേരിടാനുണ്ട്. സോ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാ അമലേട്ട, എന്നെയും കൂടി ഒന്ന് മനസ്സിലാക്കുക. ആൻഡ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മാരേജ്. ആൻഡ് അതുകൂടാതെ എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. I know you are lying. നോ, ഞാൻ സത്യ പറഞ്ഞു. No, you cannot. എന്തിനാ എന്നോട് കള്ളം പറയുന്നേ? അമലേട്ടാ, അപ്പാർട്ട്മെന്റ് എത്തി. ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. സോ സ്റ്റിൽ നീ എന്നിൽ നിന്ന് മറയാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നില്ല നീ എന്നെ റിജക്റ്റ് ചെയ്യുന്നതിനുള്ള കാരണം എന്താണ്. അമലേട്ടാ, നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല. അതെനിക്ക് പറ്റൂല്ല. പക്ഷെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കൊച്ച് നിങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളത് കണ്ടില്ല. സോ എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. മാധു, നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നെ സ്നേഹിക്കാൻ വേറെ ആരാ? എന്നെ ആരും ഇതുവരെ സ്നേഹിച്ചിട്ടില്ല. ബട്ട് എനിക്ക് തന്നോട് തോന്നിയ സ്നേഹം അത് സത്യമായിരുന്നു. നിനക്ക് എന്നോട് അങ്ങനെ ഇല്ലാന്ന് മനസ്സിലായപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല. ഐ എം ഗോയിങ് ടു വെയിറ്റ് ഫോർ യു. അയ്യോ, ഐസ്ക്രീം ഞാൻ മറന്നല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ?
മാധുന്റെ പൊന്നു മാധുനോട് ദേഷ്യത്തിലാണെന്നോ? അങ്ങനെ പറയല്ലേ, അമ്മ മറന്നോണ്ടല്ലേ. ഞാൻ ഇപ്പൊ പോയി വാങ്ങിട്ട് വരാം. മാധു മോളോട് ഒരു ഏട്ടനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ? മാധുന്റെ ഏട്ടൻ. ആ ഏട്ടനാ ഇത്. മോളെ ചിന്നു, ആ നീ വന്നായിരുന്നു. അമ്മലേട്ടൻ. വൃന്ദ, നീ മോളെയും കൊണ്ട് അകത്തേക്ക് പൊക്കോ. മാധു, എന്തൊക്കെയാ ഞാൻ കാണുന്നേ? ഈ കുഞ്ഞ് ആരുടെയാ? വൃന്ദ എങ്ങനെയാ നിന്റെ കൂടെ? ഞാൻ ഇവിടം വിട്ട് പോയതിനു ശേഷം തിരിച്ചു വന്നതില് ആദ്യം കണ്ടത് വൃന്ദയാ. അങ്ങനെ വൃന്ദയും ഞാനും ഒന്നിച്ചായി താമസം. പിന്നെ കുഞ്ഞ്, അത് എന്റെ കുഞ്ഞ്. മാധു, നീ എന്താ പറയുന്നേ? നിന്റെ കുഞ്ഞ്? നീ അതിന് കല്യാണമൊന്നും കഴിച്ചില്ലെന്നല്ലേ പറഞ്ഞത്? കല്യാണം കഴിഞ്ഞാൽ മാത്രമാണോ അമലേട്ടാ കുഞ്ഞുണ്ടാകുന്നേ? അവളെന്റെ ഭാഗമാ. മാധു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുഞ്ഞിന്റെ അച്ഛനാരാ? അതറിഞ്ഞിട്ട് എന്തിനാ? അതെന്റെ ലൈഫിലെ വേസ്റ്റ് പാസ്റ്റാ. സോ ഞാനത് വീണ്ടും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഞങ്ങളിപ്പോ ഒന്നിച്ചല്ല. അമലേട്ടൻ പൊക്കോ ഇവിടെന്ന്. ഇല്ലേ അമലേട്ടന്റെ എല്ലാ ചോദ്യത്തിനും എനിക്ക് ഉത്തരം തരാൻ പറ്റിയെന്ന് വരില്ല. നിനക്കൊരു മോശമായ പാസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ അങ്ങനെ ഒരു പാസ്റ്റ് നിന്റെ ജീവിതത്തിൽ ഉണ്ടായതോർത്ത് ഞാൻ നിന്നെ ഉപേക്ഷിക്കൊന്നുമില്ല. എനിക്കിപ്പോഴും സമ്മതം. നീ അമലേട്ടാ സോറി, ഈ കാര്യം ഇനി പറയരുത്. എനിക്കതിന് താല്പര്യമില്ല. നീ ഒന്നും കൂടി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. മോളുടെ ഭാവി കൂടി ആലോചിക്കുന്നത് നല്ലതാ. ഞാൻ എൻ്റെ ലൈഫിൽ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ. അയാളുടെ സ്ഥാനത്ത് മറ്റൊരാളെയും എനിക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല. അമലേട്ട എന്നോട് ക്ഷമിക്കണം. മാധു, അമലിനെ എങ്ങനെയാ നീ കണ്ടത്? ഇന്ന് അവരുടെ കമ്പനിയിലായിരുന്നു മീറ്റിംഗ് ഉണ്ടായിരുന്നെ. ഓ, അപ്പോ നീ എല്ലാം പറഞ്ഞോ? എന്ത്? ഞാൻ എന്താ പറയണ്ടേ? ഈ കുഞ്ഞിനെ കണ്ടപ്പോ ആരുടെയാന്ന് ചോദിച്ചില്ലേ? പറഞ്ഞിട്ട് എന്തിനാ? എനിക്കും നിനക്കല്ലാതെ വേറെ ആർക്കും മോളുടെ അച്ഛനാരാന്ന് അറിയത്തില്ല. വെറുതെ ഞാനായിട്ട് പറയത്തില്ല. മോളെവിടെ? അവൾ ഇന്ന് മൊത്തം ഇവിടെ ഓടിക്കളിക്കുമായിരുന്നു. ഇപ്പൊ നല്ല ക്ഷീണുണ്ടെന്ന് തോന്നുന്നു. കിടക്കാൻ പോയി. ഓ, എനിക്ക് നല്ല തലവേദന. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് കിടക്കട്ടെ. ശരി. എന്നോട് ക്ഷമിക്കേ. നിന്റെ അച്ഛനിൽ നിന്ന് ദൂരെയാക്കിയതിന്. നിനക്ക് അച്ഛൻ വേണ്ട, അമ്മ മതി. வாழ்க்கை பரிசா தந்த பூவே, தாயாக என்ன பெத்து தாயே வாடி. நீ கேட்டாய உசுர பாலா தார பூவே, நீ நீந்தத்தா கைகள் கொண்டே வாடி. கோடி கண்களும் போதாது அழகான ஓ முகம் பார்க்க, வரம் வாங்கி வைக்கவே கை போதாதே. 100 வானவில் போதாது உன்னை போல ஓவியம் தீட்ட, போதும் பிள்ளை வாசம் மட்டும் போதும் வாடி. நடவண்டி சிரிப்ப காட்டி நீதான் என்ன நடக்க வச்ச, பனி கட்டி கண்ண காட்டி நீதான் சோக மறக்க வச்ச, சிறுங்கள் போல் ஏதோ செஞ்சு நீதான் என்ன கரைய வச்ச, போக போற வழியில் எல்லாம் நீதான் என்ன பொழிய வச்ச, காலம் வரை நீதானே காதல் வர நானே. അമ്മ ഓഫീസിൽ പോയിട്ട് വരാം. വൃന്ദയായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കല്ലേ. നല്ല കുട്ടിയായിരിക്കണം. അപ്പൊ ശരി, മാധു പോയിട്ട് വരട്ടെ. വൃന്ദ നോക്കിക്കോണേ. നീ ധൈര്യമായിട്ട് പോയിട്ടോ. സോറി, ഇവിടെ ഇന്ന് അറേഞ്ച് ചെയ്ത മീറ്റിംഗിന് തന്നെ വിളിക്കാൻ ലേറ്റ് ആയി പോയി.
ഇന്ന് രാവിലെ വിളിച്ചിട്ടും താൻ എല്ലാം മാറ്റി വെച്ച് ഇങ്ങോട്ട് വന്നില്ലേ? സന്തോഷം. നോ സർ, ഇതെന്റെ ജോബ് അല്ലേ. ആ ഇത് ഡീൽ ചെയ്യുന്നത് എന്റെ മോന. അവൻ ഉടനെ വരും. അവൻ ഇതിനെ കുറിച്ച് കൂടുതൽ പറയും. നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവനോട് ഡിസ്കസ് ചെയ്താൽ മതി. ഓക്കെ സർ, താങ്ക് യു. He'll be here after 5 minutes, so you can wait here. ഓക്കെ സർ. Is there any scheduled meetings? നോ സർ, ആക്ച്വലി സാറിൻ്റെ പപ്പ ക്യാബിനിലേക്ക് വിളിച്ചിട്ടുണ്ട്. Oh, okay. ഇതാണ് അഭിരാം. ആളുടെ സ്വഭാവം ഞാൻ പറയാതെ തന്നെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നതാണ് നല്ലത്. May I come in? Oh, yes. വിളിച്ചിരുന്നു പറഞ്ഞു. എന്താ കാര്യം എന്ന് പറഞ്ഞ? 1 minute. സർ, മേ ഐ കം ഇൻ? Yeah, come. He's അഭിരാം. എന്റെ മോനാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. ഇവനായിരിക്കും ആ പ്രൊജക്ടിന്റെ ഇൻചാർജ്. സോ നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവനുമായിട്ട് ചർച്ച ചെയ്താൽ മതി. ഓക്കെ സർ. നിങ്ങൾക്ക് പരസ്പരം പരിചയപ്പെടാം. ഷുവർ സർ. ഹലോ, നൈസ് ടു മീറ്റ് യു. ഐ ആം അഭിരാം. യാ, ഐ നോ. ഐ ആം മാധുരി വിശ്വനാഥ്, ഡിസൈനിങ് ബ്രാഞ്ച്, വർമ്മ ഗ്രൂപ്പ്സ്. ഓ യാ, ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഇനി രണ്ടുപേരും വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. ഓക്കെ, ബെസ്റ്റ് വിഷസ്. താങ്ക് യു സർ. So, Madhuri, can I call you Madhu? If you don't mind. യു കാൻ. ഞങ്ങൾ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടോ? തൻ്റെ സംസാരവും ശബ്ദവും എവിടെയോ കേട്ട് മറന്ന പോലെ. വാട്ട് യു മീൻ? അപ്പോൾ അബേട്ടൻ എന്നെ ഓർമ്മയില്ല? സോറി, എനിക്ക് ഒന്നും ഓർമ്മയില്ല. ഐ മീൻ തന്നെ എനിക്ക് ഒട്ടും ഓർമ്മയില്ല. മനസ്സിലാവുന്നില്ല. സോറി, ബാഡ് മെമ്മറി. ഹേയ് മാധു, യു അഗെയിൻ. നിങ്ങൾ അറിയാവോ? എങ്കിൽ നിങ്ങൾ സംസാരിക്കുക. അത് കഴിഞ്ഞിട്ട് ക്യാബിനിലോട്ട് വന്നാൽ മതി. ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ സർ. കോൾ മീ അബി. ഓ, അപ്പൊ താൻ അബിയെ കണ്ടു അല്ലേ? സംസാരിച്ചോ? കുറച്ച്. അല്ല, അബിയേട്ടൻ എന്താ എന്നെ ഓർമ്മയില്ലാതെ? കുറെ വർഷമായില്ലേ, അതുകൊണ്ടായിരിക്കും. നോ, അങ്ങനെയല്ല. എന്തുകൊണ്ട്? എന്താ അമലേട്ടാ, എന്താ സംഭവിച്ചത്? അത് മധു. അല്ല, നീ എന്തിനാ ഇങ്ങനെ പാനിക് ആവുന്നേ? ബിക്കോസ് അബിയേട്ടനെ എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട്. 5 വർഷം മുമ്പ് അവനൊരു ആക്സിഡന്റ് ഉണ്ടായി. അവൻ പലതും മറന്നുപോയി. ആ ആക്സിഡന്റിന് ശേഷം അവൻ മാറി തുടങ്ങിയത്. ഞാൻ തന്നോട് പറഞ്ഞില്ലായിരുന്നു. അവൻ അബിക്കാണല്ലേ ഈ പ്രൊജക്ടിന്റെ ഇൻചാർജ്. എനിവേ, നീ അവന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നതാ നല്ലത്. ചിലപ്പോ പഴയ കൂട്ടുകാരോട് ഇടപഴകുമ്പോ അവനെല്ലാം ഓർമ്മ തിരിച്ചു വന്നാലും. അപ്പോ ഇന്ന് മോൾക്ക് കൂട്ടായി വൃന്ദയുണ്ട് അവിടെ. ഓ, അപ്പോ തന്നെ പിരിഞ്ഞ് നിൽക്കാനൊക്കെ അവക്കറിയാവോ? കുറച്ചു നേരമല്ലേ, അതൊക്കെ അറിയാം. താൻ ഞാൻ പറഞ്ഞതിനെ കുറിച്ച് വല്ലതും ആലോചിച്ചോ? അതിനെ കൊണ്ട് പറ്റത്തില്ല. അതിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കാനുമില്ല. അമലേട്ടൻ മോഹൻ ചെയ്യുന്നത് നല്ലത്. വെറുതെ ഇനിയും കാത്തു നിന്ന് സമയം കളയണ്ട. പിന്നെ ഞാൻ പറഞ്ഞ പെൺകുട്ടി ആരാന്ന് അമലേട്ടൻ അറിയില്ല. അതാ വൃന്ദ. അവള് അമലേട്ടനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അമലേട്ടന് അവളെ ഒരിക്കലും ഇഷ്ടാവില്ല എന്നുള്ളതുകൊണ്ടാ അവളൊന്നും പറയാത്തത്. ഞാൻ വരുന്നതിന് മുമ്പേ അമലേട്ടൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അമലേട്ടൻ അത് മനസ്സിലായില്ല. എന്നിട്ടും അവളുടെ മുന്നിൽ തന്നെ എന്നെ സ്നേഹിക്കുകയാണെന്ന് പറഞ്ഞു നടന്നപ്പോൾ അവൾക്ക് എത്രമാത്രം വിഷമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അമലേട്ടൻ അതിപ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അവളിപ്പോഴും അമലേട്ടനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അവൾക്കും ഒരു ചാൻസ് കൊടുക്ക്. ചിലപ്പോൾ
അതായിരിക്കും നിങ്ങളുടെ യഥാർത്ഥ പ്രണയം. ഏതായാലും എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്തൊക്കെയാ ഇവിടെ പറയുന്നേ? വൃന്ദയ്ക്ക് എന്നെ ഇഷ്ടമായിരുന്നു. അപ്പോ ഞാനാണ് ഒന്നും മനസ്സിലാക്കാത്തത്. മാധുവിന്റെ സ്ഥാനത്ത് എനിക്ക് വൃന്ദയെ കാണാൻ പറ്റുമോ? പക്ഷെ എന്നെ പോലെ അവളും ഇത്രയും വർഷം എന്നെ മാത്രം മനസ്സിലിട്ട് നടക്കാന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വേദനയുള്ളതാണെന്ന് എനിക്കറിയാം. ഞാൻ തെറ്റാണോ ചെയ്തിരുന്നേ? അപ്പോ മാധുവിനെ ഞാൻ തെറ്റല്ലേ ചെയ്തത്? ഞാൻ ഒരിക്കലും വൃന്ദയെ മനസ്സിലാക്കിയില്ലല്ലോ. സോ മാധു, ഇന്നത്തെ കാര്യം ഇവിടെ അവസാനിപ്പിക്കാം. പിന്നെ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഓക്കെ. പക്ഷേ എനിക്ക് തന്റെ നമ്പർ വേണം. ഓ സോറി. താങ്ക് യു. ഓക്കെ, യു ക്യാൻ ടേക്ക് യുവർ ലീവ്. ഓക്കെ സർ. സോറി അബേട്ടാ. മോളെ എന്താ വിളിച്ചേ? അത് ശരി, സ്ട്രോബെറി കൊണ്ടുവരാൻ വിളിച്ചതാണോ അതോ എന്നെ മിസ് ചെയ്തിട്ട് വിളിച്ചതാ? ഓ ഓക്കെ ഓക്കെ, കൊണ്ടുവരാട്ടോ. എന്നാ മാധു ഫോണ് വെക്കട്ടെ. ഹേ മാധു, താൻ വീട്ടിലേക്കാണോ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അത് അമലേട്ടാ, വീട്ടിലേക്കാ. ബട്ട് വേണ്ട, ഞാൻ പൊക്കോളാം. മാധു പ്ലീസ്, എനിക്ക് വൃന്ദയെ കാണണം. സത്യമാണോ? അവൾ അനുഭവിക്കുന്നത് എന്താണെന്ന് മറ്റാരെക്കാളും കൂടുതൽ എനിക്കറിയാം. സോ ഞാൻ ഇനിയും അവളെ വേദനിപ്പിക്കാൻ തയ്യാറല്ല. നിങ്ങളെ ഇപ്പൊ എടുത്തതാ നല്ല തീരുമാനം. താനും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യണം. എനിക്ക് മൂവ് ഓൺ ചെയ്യാം. ഓഫ് കോഴ്സ്, എന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. വൃന്ദ ഒന്നും പറഞ്ഞില്ല. മാധു, എന്തൊക്കെയാടി നീ എന്തിനാ എല്ലാം പറഞ്ഞത്? പിന്നെ എത്രയും കാലം നീ ഇങ്ങനെ മനസ്സിലിട്ട് നടക്കാൻ പോകുന്നത്? നിന്റെ മനസ്സിലുള്ളത് തുറന്നു പറ. ഓ ഈ പെണ്ണ്. വൃന്ദ, മാധു പറഞ്ഞപ്പോ ഞാൻ ഷോക്കായി. ബട്ട് നീ എന്നെ ഇത്രയും മാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നിന്നെ പോലെ തന്നെ ഞാനും ഇത്രയും വർഷം ഒരാളെ മാത്രം മനസ്സിലിട്ട് നടന്നതാ. പക്ഷെ എന്നെ നിന്നേക്കാൾ കൂടുതൽ വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നീ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് കുറച്ച് ടൈം വേണം. പക്ഷെ ഞാൻ ഒരിക്കലും നിന്നെ വേദനിപ്പിക്കില്ല. നിനക്ക് എന്നെ ഇനിയും ഇഷ്ടപ്പെടാൻ പറ്റുമോ? അതിന് ഞാൻ നിങ്ങളെ ഒരിക്കലും ഇഷ്ടപ്പെടാണ്ട് നിന്നിട്ടില്ല. ഇപ്പോഴും അന്നും എന്നും ഇഷ്ടം തന്നെ. അന്ന് വന്ന് പറഞ്ഞപ്പോ അത് സങ്കടമായിരുന്നു. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, എനിക്കെല്ലാം അറിയാലോ. അപ്പോ തനിക്ക് ഓക്കെ ആണോ എന്റെ ഗേൾ ഫ്രണ്ട് ആകാൻ? ഹേയ് മാധു. അഭിയേട്ടൻ എന്താ ഇവിടെ? ഓ സോറി, ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഡിസ്കസ് ചെയ്യാനാണ് വന്നത്. വിളിച്ചു പറയാനൊന്നും സമയം കിട്ടിയില്ല. സോറി. അഡ്രസ്സ് തപ്പിയതിനെ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്നിട്ട് കഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെ ഇവിടെ എത്തി. എന്തായിരുന്നു കാര്യം? ഈ വരുന്ന ഫ്രൈഡേ ഒരു മോഡലിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. സോ അതിന്റെ ഡിസൈനിങ്ങിന് ആളെ വേണം. പെട്ടെന്ന് വന്ന ഒരു കോമ്പറ്റീഷനാണ്. സോ എനിക്ക് പെട്ടെന്ന് ആളെ കണ്ടുപിടിക്കാനൊന്നും പറ്റിയില്ല. ആകെപ്പാടെ നിന്നെ മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ടാ. ഇത് വളരെ നേരത്തായല്ലോ. യാ ഐ നോ, ബട്ട് തനിക്ക് പറ്റുമോ? അത് പിന്നെ ഞാൻ ആലോചിച്ചിട്ട്. യാ യു ക്യാൻ ടേക്ക് യുവർ ടൈം. ബട്ട് ഒരു പോസിറ്റീവ് റെസ്പോൺസ് പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് എനിക്ക് ടൈമില്ല. ഡോണ്ട് വറി, ഞാൻ ശ്രമിക്കാം. ഓക്കെ. അത് പിന്നെ മോളെ, മാധു പിന്നെ പറഞ്ഞു തരാം. മോളെ അകത്തേക്ക് പോ. സോറി, ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. അവളെ ഇങ്ങനെ തമാശക്ക്. വൃന്ദ, ചിന്നൻ അകത്തേക്ക് കൊണ്ടുപോയേ.
കുഴപ്പമില്ല, അവളിവിടെ ഇരിക്കട്ടെ. വേണ്ട, വൃന്ദ കൊണ്ടുപോ. മാധു, അതാരാ? എന്റെ മോള. ആ, താൻ മാരീഡ് ആണോ? അത് പിന്നെ. ഓ സോറി, ഞാൻ. കുഴപ്പമൊന്നുമില്ല. അപ്പൊ അവളുടെ അച്ഛൻ? ഞങ്ങൾ ഒന്നിച്ചല്ല. അതെന്താ? സോറി, ദാറ്റ് വാസ് പേഴ്സണൽ. ഐ എം സോറി. ഇറ്റ്സ് ഓക്കെ. എന്നാ താൻ ആലോചിച്ചിട്ടൊരു ഡിസിഷൻ പറ. ഓക്കെ. ഓക്കെ ദെൻ ഐ എം ലീവിങ്. മോളെ, സോറി മോളെ, അമ്മയോട് ക്ഷമിക്കേ. അബി, അവനെന്താ വരാത്തത് ഇത്രയായിട്ടും? അറിയില്ല സർ, ഞാൻ കുറെ നേരമായിട്ട് ഫോൺ ട്രൈ ചെയ്തോണ്ടിരിക്കുക, എടുക്കുന്നില്ല. മോളെ വിളിച്ചിട്ട് കിട്ടിയോ? ഇല്ല മാം. ഓ, ഇവനിത് എവിടെ പോയി ബാക്കിയായതാ? എനിക്ക് വയ്യ. സർ, ഒരു മിനിറ്റ്. ഹലോ അമ്മേട്ടാ, എന്താ വിളിച്ചേ? എടി, പെട്ടെന്ന് സിറ്റി ഹോസ്പിറ്റലിൽ വാ. എന്താ പറ്റി? വൃന്ദ ഹോസ്പിറ്റലിലാ, ചെറിയൊരു ആക്സിഡന്റ്. വൃന്ദയ്ക്കോ? മോളില്ലായിരുന്നു കൂടെ. നീ പെട്ടെന്ന് വായോ. ഞാൻ വന്നു. സർ, ഒരു എമർജൻസി, എനിക്ക് ഹോസ്പിറ്റലിൽ വരെ പോണം. എന്താ പറ്റി? സർ, എന്റെ സിസ്റ്റർ ഹോസ്പിറ്റലിലാ, എനിക്ക് പോയി മതിയാവും. ഓക്കെ, തമ്പക്കോ. താങ്ക് യു സർ. മാധു, പേടിക്കാനൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലാന്ന്. താൻ വിഷമിക്കല്ലേ. എങ്ങനെയാ? അവള് വന്ന കാറ് ആക്സിഡന്റ് ആയതാ. അമലേട്ടൻ എങ്ങനെ അറിഞ്ഞേ? ആരാ എന്നെ വിളിച്ചതാ? ആരാന്നറിയില്ല. എന്റെ നമ്പർ എങ്ങനെയാ? അതെന്തേലും ആവട്ടെ. അമലേട്ടാ, അപ്പൊ മോള് വൃന്ദയുടെ ഒന്നിച്ചില്ലായിരുന്നു? ഇല്ല. അയ്യോ, അപ്പൊ എന്റെ മോള് എവിടെ പോയി? ഞാൻ രാവിലെ അവളെ വിളിച്ചപ്പോ അവള് പറഞ്ഞത് കിൻഡർ ഗാർഡനിൽ ഇറങ്ങിയെന്ന. സോ മോള്. അതെ, ഇടയ്ക്കൊക്കെ അവൾ അവിടേക്ക് പോവാറുണ്ട്. അപ്പൊ മോൾ അവിടെ ആയിരിക്കും. ഞാനൊന്ന് അവളെ. നീ പോയിട്ടാ, അപ്പോഴേക്കും വൃന്ദ എഴുന്നേക്കും. ഞാൻ അവളോട് പറയാം. വൃന്ദ, എന്താടി ചെയ്തത്? എങ്ങനെ നിനക്ക് ആക്സിഡന്റ് ആയത്? ആരുടെ കാറാ? മാധു, നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ അബി എവിടെ? അബി? വൃന്ദ, ഏത് അബിയെ കുറിച്ചാ നീ പറയുന്നേ? അമലേട്ടാ, നിങ്ങളുടെ അനിയൻ. അവരുടെ കൂടെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നെ കാറില്. എന്റെ കൂടെ അവരും ആക്സിഡന്റ് ആയതാ. എന്നിട്ട് അവനെവിടെ? എന്നിട്ട് നിന്നെ മാത്രല്ലേ? എനിക്കറിയില്ല. അമലേട്ടാ, അബി അപ്പോ? എനിക്കറിയില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. ഞാൻ ഇവിടെ ആരോടെങ്കിലും ചോദിച്ചിട്ട് വരാം. മാധു, വൃന്ദ, നീ എന്താ പറഞ്ഞേ? അബിയേട്ടൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഒന്നും സംഭവിക്കല്ലേ മാധു, ഐ എം സോറി. അമലേട്ടാ, എന്തായി അബിയേട്ടനെ? എടി, ഇത് ഹോസ്പിറ്റൽ ഐസിയുല അവനുള്ളത്. കാണാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞത്. അമലേട്ടാ, അബിയേട്ടൻ സീരിയസ് ആണോ? ഒന്നും പറഞ്ഞില്ല ഡോക്ടർ.
ഹേ ഹായ്, ആർ യു ന്യൂ ഹിയർ? യെസ്. ഓ, മലയാളിയാണോ? ആ അതെ. എങ്ങനെ മനസ്സിലായി? ആ, ഇങ്ങനെ തപ്പി തടഞ്ഞ ആർക്കാ മനസ്സിലാകത്തെ? അല്ല, താൻ ഫസ്റ്റ് ഇയറാ? ആ അതെ. ഓ ഓക്കെ, ഞാൻ സെക്കൻഡ് ഇയറാ. മൈ നെയിം ഇസ് വൃന്ദ. കണ്ണിനുള്ളിൽ നീ കൺമണി. ആ, പുള്ളിക്കാരി പറഞ്ഞ പോലെ ഇതാണ് വൃന്ദ. മാധു പഠിക്കുന്ന സെയിം കോളേജിൽ സെക്കൻഡ് ഇയർ. കുഴൽ പാട്ടു നീ ആളത്ര പാവൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. ആരോടേലും അടുത്തു പോയാ പിന്നെ ആ കാര്യത്തിൽ പോസിറ്റീവാ. ഐ മീൻ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിൽ. കാറ്റിനും അനുരാഗമോ ഓ, സീനിയർ. ആ, സീനിയർ ഒക്കെ തന്നെ. പക്ഷെ നീ എന്നെ വൃന്ദാന്ന് വിളിച്ചാൽ മതി. ഇനി ചേച്ചി കോച്ചിന്നൊന്നും വിളിക്കാൻ വരില്ലേ, എനിക്കതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാ. ഇന്ന് ഹോസ്റ്റലിൽ ജോയിൻ ചെയ്തതാണോ? ഓക്കെ, എനിവേസ് എന്തൊട്ട് നമ്മളെ ഫ്രണ്ട്സാ. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോ ഇന്ന് കോളേജിൽ വരുന്നില്ലേ? ആ വരുന്നുണ്ട്. ഫസ്റ്റ് ഡേ അല്ലേ, വരാട്ടെങ്ങനെയാ? ഓ ശരിയാ, വാ എന്നാ ഒന്നിച്ചു പോവാം. ഓ ഓക്കെ. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് സീനിയേഴ്സ് വന്ന് റാഗ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. താനതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ, അത് വെറുതെ തമാശയ്ക്ക് ചെയ്യുന്നതാ. താനൊന്നും സീരിയസ് ആയി എടുക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലും പ്രശ്നം തോന്നിയാ എന്നോട് പറഞ്ഞാൽ മതി. ആ ഓക്കെ. ആർ യു നെർവസ്? അത് പിന്നെ അറിയാത്ത സ്ഥലം, അറിയാത്ത ആൾക്കാർ, പെട്ടെന്ന് പുതിയൊരു ലോകത്ത് വന്ന പോലെ. അതാ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഇനിയിപ്പം പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടുപിടിക്കാൻ ഒത്തിരി പാടല്ലേ. അതിനെന്തിനാ വിഷമിക്കുന്നേ? ഞാനില്ലേ നിന്റെ കൂടെ, ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ. സോ ഈ തൊട്ട് ഞാൻ നീ മാത്രം മതി. ഓക്കെ, എന്നാ ശരി. നീ കോളേജ് എത്തി. എന്നാ ഞാൻ പോട്ടെ, തനിക്ക് പ്രിൻസിപ്പളിനെ കാണാനില്ലേ? ആ ഉണ്ട്. എന്നാ താൻ പൊക്കോ. ഓക്കെ ബൈ, ഈവനിങ് കാണാം. ഒന്നിച്ച് പോവാം ഹോസ്റ്റലിലേക്ക്. ആ ഓക്കെ. ഭഗവാനെ, ഒന്നും വരുത്തല്ലേ. എനിക്കിത് പുതിയ സ്ഥലം, ഒന്നും അറിയാത്ത സ്ഥലം. എന്നെ കാത്തോണേ. മച്ച, അത്രയ്ക്കും പണി വേണമായിരുന്നോ? അവള് പാവല്ലായിരുന്നോ? എന്തിനാടാ അങ്ങനൊക്കെ ചെയ്യിച്ചേ? എടാ സാം, ഇതൊക്കെയല്ലേ എന്റർടൈൻമെന്റ്സ്. നീ നോക്ക്, എന്ത് രസമായിരുന്നു അത്. ആ, നീ പറഞ്ഞത് ശരിയാ. എനിക്കും കുറച്ച് ഇഷ്ടമൊക്കെ ആയി. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നേ? ആ, ഇനിയോ? ഇനി ആരാ വരുന്നേന്ന് നോക്കാം. എന്നിട്ട് അവർക്ക് കൊടുക്കേണ്ടത് എന്താണെന്ന് നോക്കാം. എടാ, ഇതിനൊരു അന്ത്യമില്ലേ? ആരെല്ലാം അറിഞ്ഞ പ്രശ്നമാവേ? ഓ പിന്നെ ആരെല്ലാം അറിയട്ടെ, എനിക്കെന്താ? എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ കെയർ ചെയ്യത്തില്ല. എടാ, ഒരുത്തി വരുന്നുണ്ട്. ന്യൂ അഡ്മിഷൻ എന്നാ തോന്നേ. ആ, വിളിക്കാം. യെസ്, ഷീസ് സോ ബ്യൂട്ടിഫുൾ. ആ എടാ, അവളെ എനിക്ക് മാത്രം വിട്ടതാ. ആ എന്തിന്? അതൊക്കെ ഉണ്ട്. നീ അവക്കൊരു ഡെയർ കൊടുക്ക. ആ എടാ, ഡു വാട്ട് ഐ സേ. ഡി കൊച്ചേ, ഇങ്ങോട്ട് വന്നേ. എന്നെയാണോ? എന്താടി, നിനക്ക് വിളിച്ചത് കേൾക്കുന്നില്ലേ? നിന്നെ തന്നെയാ. ഇങ്ങോട്ട് വാ. എന്റെ പൊന്നെ, ഞാൻ പെട്ടെന്ന് തോന്നുന്നേ. എന്താട്ടാ വിളിച്ച്? നിനക്കെന്താടി വിളിക്കുമ്പോ വരാൻ ഇത്ര ബുദ്ധിമുട്ട്? അത് പിന്നെ ഏട്ടാ, എന്നെയാ വിളിച്ചെന്ന് അറിഞ്ഞില്ല. ഓ സീരിയസ്ലി? ഇവിടെ വേറെ ആരും ഉണ്ടെന്ന് നീ കരുതിയോ? അത് എന്തിനാ എന്നെ വിളിച്ചത്? ഓ യു ആർ സോ ഈഗർ ടു നോ. നീ ന്യൂ അഡ്മിഷൻ അല്ലേ? ഞാൻ ഒരു ഡെയർ എന്നാലോ? ഏട്ടാ, ഏട്ടാ എന്താ റാഗ് ചെയ്യുവാണോ? ആണെങ്കിൽ എനിക്ക് പറ്റില്ല, ഞാൻ പോവും. അച്ചോ, അതിനും തന്നെ വിട്ടിട്ട് വേണ്ടേ? ഞാൻ പറയുന്നത് ചെയ്തിട്ട് പോയാ മതി. നീ കിസ് ഹിം. എന്നെ കൊണ്ട് പറ്റത്തില്ല. അതെന്താടി നിന്നെ കൊണ്ട് പറ്റാത്തെ? നീ ചെയ്തിട്ട് പോയാ മതി. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എന്നെ കൊണ്ട് പറ്റത്തില്ല. അതെന്താടി മോളെ നിന്നെ കൊണ്ട് പറ്റാത്തെ? എന്നെ കാണാൻ എന്താ ലുക്കില്ലേ? നീ എന്നെ കിസ് ചെയ്തിട്ട് പോയാ മതി. എന്റെ കൈ വിട്. നീ ഒച്ച
ഒച്ച ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ആരും തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. They know who I am. പ്ലീസ് എന്നെ വിട്, എനിക്ക് പോണം. നീ ആദ്യം പറഞ്ഞത് ചെയ്തിട്ട പോളി. നോ, എനിക്ക് വയ്യ, എന്നെ വിട്. ഓ അങ്ങനെയാണോ? എനിക്ക് ഞാൻ തന്നെ ചെയ്യാം. നോ. സാം റെഡി അല്ലേ? യെസ്. Wow, it's addicting. വൃത്തികേടാണോ കാണിച്ചത്? ആ ഞാനോ? എന്ത് വൃത്തികേട്? നിനക്കത് വൃത്തികേടായി തോന്നി? യുനോ ആ മൊമെന്റ് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. സോ ഇതെന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നോ, അതെനിക്ക് ആവശ്യം വരും. പ്ലീസ് അത് ഡിലീറ്റ് ചെയ്യ്. നോ പിപ്പി, അതെനിക്ക് വേണം. നിന്നെ ഇപ്പൊ നീ പോ, ഇല്ലേ ചേട്ടന്റെ മൂഡ് മാറും. പ്ലീസ് അതൊന്ന് ഡിലീറ്റ് ചെയ്യ്. നമുക്ക് പറഞ്ഞാ മനസ്സിലാവില്ല എന്നാ തോന്നുന്നേ. എന്നാ എന്റെ കൂടെ വാ. ഛി, വിട്. നാണില്ലാത്തവൻ. യെസ് ഡിയർ, എനിക്ക് ഒട്ടും നാണില്ല. ആൻഡ് നിന്റെ മുമ്പിൽ എനിക്ക് ഒട്ടും വേണ്ട. എടാ അബി, നീ എന്താ കാണിച്ചത്? ഇറ്റ് ഫസ്റ്റ് ടൈം ഞാൻ നിന്നെ കിസ് ചെയ്യുന്നത് കാണുന്നത്. എടാ എല്ലാ പെൺകുട്ടികളോടും ഫ്ലേർട്ട് ചെയ്യുന്ന മാതിരി അല്ല ഇത്. യെസ്, ഇറ്റ്സ് ടു ഡിഫറെന്റ്. എനിക്ക് അത് ഫീലായി. എനിക്കത് ഇനിയും ഫീൽ ചെയ്യണം. എടാ നീ എന്തൊക്കെയാടാ പറയുന്നേ? ആ ക്യാമറ എനിക്ക് തന്നെ. എടാ ആ ഫോട്ടോ എന്തിനാ? അതെനിക്ക് വേണം. ഓ ഇവൻ ഒരിക്കലും നന്നാവില്ല. അതെ, ഞാൻ ഒരിക്കലും നന്നാവില്ല. എനിക്ക് ഇങ്ങനെ ജീവിക്കാനാ ഇഷ്ടം. ഞാൻ ഒന്നും പറയുന്നില്ല. എന്താന്ന് വെച്ചാ ചെയ്തോ. Your lips. ഞാൻ അഡിക്റ്റായി. എനിക്ക് അത് ഇനിയും വേണം. I want to feel you very badly. ഓ ഗോഡ്, നീ ഇവിടെ ഉണ്ടായിരുന്നു. ഭാഗ്യം. ഞാൻ ഇന്ന് 2 മിസ്റ്റേക്കാ ചെയ്തത്. നിനക്കെന്താ പറ്റി? നിന്റെ മുഖം എന്താ ഇങ്ങനെ? എടി എന്താ? ഒന്നുമില്ല. എന്തിനാടി കള്ളം പറയുന്നേ? എന്താ കാര്യം? പറ. ഒന്നുമില്ല, എനിക്കിവിടെ ഇഷ്ടമായില്ല. എന്താ? എനിക്ക് ഇങ്ങനെ ഇഷ്ടമല്ല. എടി നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കെന്തെങ്കിലും പറ്റിയോ? ഒന്നുമില്ല. നമുക്ക് ഹോസ്റ്റലിൽ പോയാലോ? ആ ശരി വാ. എടി ആദ്യം തന്നെ സോറി, ഞാൻ നിന്നോട് പേര് ചോദിക്കാൻ വിട്ടുപോയി. ആൻഡ് രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് എവിടെ നിൽക്കണമെന്ന് പറഞ്ഞില്ല. അത് കുഴപ്പമില്ലായിരുന്നു. എനിക്ക് മനസ്സിലായി അവിടേക്ക് വരുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ വന്നെ. പിന്നെ എൻ്റെ പേര് മാധുരി. നാട്ടിലെല്ലാവരും മാധു എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നേ. ഓ ഓക്കെ. അപ്പോൾ മാധു, നിനക്കെന്താ പറ്റിയേ? ഒന്നുമില്ല. അത് പറ നീ. അത് 2 ഏട്ടന്മാര് റാഗ് ചെയ്തതാ. ഞാൻ പേടിച്ചു. ഓ അതാണോ? എന്താ ചേച്ചേ? ഒന്നുമില്ല. എന്താടേ, നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറ. നീ എന്നോട് പറഞ്ഞു എന്ന് വെച്ചിട്ട് ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. അങ്ങനൊന്നുമില്ല. എന്നാലും വേണ്ട. ശരി, നിനക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. നീ ഇനി അതോർത്ത് വിഷമിച്ച് നിൽക്കണ്ട. ഇനി ഈ 3 വർഷം നീ ഇവിടെ തന്നെയല്ലേ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഇപ്പൊ തന്നെ ഇങ്ങനെ വിഷമിച്ചാ എങ്ങനെയാ? മനസ്സിലുള്ളതെല്ലാം മറന്നിട്ട് സ്വസ്ഥായിട്ട് കിടന്നുറങ്ങും. അതാ നല്ലതിപ്പോ. എന്നാ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എനിക്കങ്ങനെ മറക്കാൻ പറ്റുന്നതല്ല ഇന്ന് സംഭവിച്ചത്. എനിക്ക് ഒരിക്കലും പറ്റൂല. എന്തിനാ എന്നോട് അങ്ങനെ ചെയ്തത്? വൃന്ദ അവിടെ സംസാരിച്ചോണ്ടില്ലേ? അതാരാ? ഓ എന്റെ മോളെ, ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയി ആ ഏട്ടനെ കുറിച്ച്. അവൻ 3rd ഇയറാ. പേര് അഭിറാം. ഈ കോളേജിൽ കാണപ്പെടുന്ന ഏറ്റവും മോശപ്പെട്ട സ്റ്റുഡന്റ് എന്നാ ടീച്ചേഴ്സൊക്കെ പറയുന്നത്. അവന്റെ അച്ഛൻ ഈ നാട്ടിലെ വലിയ ബിസിനസ്മാനാ. അതിന് നിങ്ങളിപ്പോ അവനിൽ കാണാനും ഉണ്ട്. കാണാൻ അത്ര ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. പക്ക പ്ലേ ബോയാ. ഓരോ ദിവസം ഓരോ പെണ്ണിനുമായി ഫ്ലേർട്ട് ചെയ്തോണ്ട് നിൽക്കും.
ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു നല്ല ആളായിരിക്കുന്ന, പിന്നീടാ മനസ്സിലായ സ്വഭാവമൊക്കെ. നീ എങ്ങാനും അവന്റെ മുന്നിൽ ചാടല്ലേ, അവൻ എന്ത് ചെയ്യുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എന്താ അവന്റെ മനസ്സിലെന്ന് ആരും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. സോ നീ അവനിൽ നിന്ന് മാറി നിൽക്കുന്നത് നല്ലത്. ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയതാ. അവന്റെ മുമ്പിൽ ഒരു പ്രാവശ്യം ചാടിയ ശേഷം ഞാനിനി എന്താ ചെയ്യണ്ടേ? നീ അങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കണ്ട, എങ്ങാനും കണ്ടാ മതി. വാ നമുക്ക് പോവാം ക്ലാസ്സിലോട്ട്. മാധു, നിന്നെ ആ സീനിയർ ചേട്ടൻ വിളിക്കുന്നുണ്ട്. എന്നെയോ? അതെ, നിന്നെ കാണിച്ചു. ശരി. ആ ബേബി, ഞാൻ വിളിച്ചപ്പോ തന്നെ വന്നല്ലോ. എന്നെ അത്രയ്ക്കും പേടിയാ? ഓ, സംസാരിക്കില്ലേ? എന്താ മോളെ, എന്താ പറ്റിയ നിനക്ക്? ഓ ആയിക്കോട്ടെ. അല്ല മോളെ, നിന്റെ പേരെന്താ? പറയുന്നത് നിനക്ക് നല്ലത്. ആ പറ. അറിയാലോ, നിന്റെ ഫോട്ടോ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. മാധുരി. മാധുരി? മധുരമുള്ള പേരാണല്ലോ. കൊള്ളാം. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്? ഈ ഫോട്ടോ വീട്ടിൽ ചെന്നാ എന്തെങ്കിലും പ്രശ്നമാവോ? അങ്ങനൊന്നും ചെയ്യല്ലേ. ഓ, അതിനർത്ഥം പ്രശ്നമാവും എന്നല്ലേ? ഓക്കെ, ഇപ്പൊ എന്റെ കൂടെ വന്നേ. മര്യാദക്ക് വരുന്നതാ നല്ലത്. അധികം സംസാരിക്കാൻ നിക്കല്ലേ. ഞാനെപ്പോഴും ഇങ്ങനെ സോഫ്റ്റ് ആയി തന്നെ സംസാരിക്കുമെന്ന് വിചാരിക്കണ്ട കേട്ടോ. വാ എന്റെ കൂടെ. ആ, ലൈബ്രറി. ഇത് നമുക്ക് പറ്റിയ സ്ഥലമാണല്ലോ അല്ലേടി? ഏട്ടാ, നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? അറിയണോ നിനക്ക്? അത്രയ്ക്കും ആഗ്രഹം? പ്ലീസ്, ഞാൻ പോട്ടെ. ആ ഫോട്ടോ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളാം. നോ, എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റത്തില്ല മോളെ. പക്ഷേ നിനക്ക് വേണമെങ്കിൽ ചെയ്യാം. പകരം നീ ഞാൻ പറയുമ്പോ ഇങ്ങനെ വന്നാ മതി. നാണല്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ആരും അമ്മയും പെങ്ങളും ഇല്ലേ? അമ്മയും പെങ്ങളോ? അമ്മയുണ്ട്, പെങ്ങളില്ല. പക്ഷെ ഉണ്ടായിട്ടും കാര്യമില്ല. അല്ല, അവരുള്ളതും നീയുള്ളതും ഒരുപോലെ ആവോ? ഇപ്പോ ഞാൻ പറയുന്നത് കേൾക്കുന്നതാ നിനക്ക് നല്ലത്. നിനക്ക് എന്തോ ഒരു കഴിവുണ്ട്. നിന്നെ കാണുമ്പോ എന്റെ കൺട്രോള് മൊത്തം പോകുന്നു. I wanna feel you. Let me taste you. എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ? Because നീ തെറ്റായ സമയത്താ എന്റെ മുമ്പിൽ വന്നത്. പ്ലീസ്, എന്നോട് ഇങ്ങനെ ഒന്നും ചെയ്യല്ലേ. എന്നെ പേടി, എനിക്ക് പോണം. സോറി, പക്ഷെ എനിക്ക് ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല. നീ എനിക്കൊരു അഡിക്ഷനോ? ഹേയ്, എന്തിനാ കരയുന്നേ? നീയും എൻജോയ് ചെയ്തില്ലേ? ഇപ്പൊ ഞാൻ നിന്നെ വിടുക. പക്ഷെ നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യണം. നീ ആ ഹോസ്റ്റൽ അങ്ങ് വെക്കേറ്റ് ചെയ്യും. എന്നിട്ട് എന്റെ കൂടെ പോരും. ഞാൻ എത്ര വൃത്തികെട്ടവനാണെന്ന് നീ അളക്കാൻ നിൽക്കല്ലേ. ഞാൻ പറയുന്നത് ചെയ്യും. പിന്നെ ഇപ്പൊ ഇവിടെ നടന്നതൊക്കെ എന്റെ ഫോണിൽ റെക്കോർഡായിട്ടുണ്ട്. സോറി, പക്ഷെ നിന്നെ നിലക്ക് നിർത്തണമെങ്കിൽ എനിക്ക് ഇതൊക്കെ ചെയ്തേ മതിയാകും. അപ്പോ ഞാൻ പറഞ്ഞ പോലെ ചെയ്യും. നീ ചെയ്യുന്നതാ നല്ലത്. ഇല്ലേ, ഇതങ്ങ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കും. മൂങ്ങിട്ട് കാര്യമില്ല, പറഞ്ഞത് ചെയ്യാൻ നോക്ക്. ഇപ്പൊ തന്നെ പോയിട്ട് ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്യും. എന്നിട്ട് ഞാനിവിടെ കോളേജിന്റെ പുറകില് എന്റെ വണ്ടിയായിട്ട് അവിടെ നിൽക്കും. നീ അങ്ങോട്ട് വാ. അപ്പൊ ശരി, ഞാൻ പോട്ടെ. വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോറി, അറിയാണ്ട്. ഇറ്റ്സ് ഓക്കെ. താൻ ഓക്കെ അല്ലേ? താൻ ഫസ്റ്റ് ഇയർ ആണോ? അതെ. ഓ, എന്താ പേര്? മാധുരി. മാധുരി, നൈസ് നെയിം. ഐ ആം അമൽ രാജ്. PG ലാസ്റ്റ് ഇയർ.
എന്നാ ശരി, നമുക്ക് വീണ്ടും കാണാം. മാധു, ആ വൃന്ദ, ആ പോയത് അമലേട്ടനല്ലേ? ആ ആ അതെ, അമലേട്ടനെ വൃന്ദയ്ക്ക് അറിയാവോ? അറിയോന്നോ? ഈ കോളേജിലെ തന്നെ കൈൻഡസ്റ്റ് പേഴ്സണാ. പിന്നെ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ അമലേട്ടൻ്റെ പിറകെയാ. ഞാൻ ഒരു ബിഗ് ഫാൻ എന്ന് പറയാം. പക്ഷെ അമലേട്ടന് ഇതൊന്നും അറിയില്ല കേട്ടോ. പിന്നെ പറയേണ്ട പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, നേരത്തെ കാണിച്ചില്ലേ അഭിറാം, അവന്റെ ചേട്ടനാ. അതിശയം തോന്നുന്നുണ്ടല്ലേ? അവര് രണ്ടുപേരാ, അമൽരാജ്, അഭിറാം. പക്ഷെ ഒന്ന് നേരെ ഓപ്പോസിറ്റാ മറ്റേതിന്റെ. ഞാൻ പറഞ്ഞില്ലേ അഭിയേട്ടൻ്റെ സ്വഭാവം. അഭിയേട്ടൻ സാധാരണ വീട്ടിലൊന്നും പോകുന്ന ആളല്ല. ഇവിടെ കോളേജിനടുത്ത് ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുവാന്നാ കേട്ടത്. വീട്ടുകാരുമായിട്ട് അത്ര നല്ല ബന്ധമല്ല അഭിക്കുള്ളത്. എന്നാ അഭിയേട്ടൻ ആകെപ്പാടെ അനുസരിക്കുന്നത് അമലേട്ടനെ മാത്രം. ഓ, അപ്പോ അഭിയേട്ടൻ ഇത്ര ബാഡാണെന്ന് അറിഞ്ഞിട്ടും അമലേട്ടൻ ഒന്നും പറഞ്ഞില്ലേ? ആ കാര്യം എനിക്ക് വ്യക്തമാവുന്നില്ല. എന്തുകൊണ്ടാണ് അമലേട്ടൻ അഭിയേട്ടനെ തടയാത്തതെന്ന്? എന്തെങ്കിലും കാരണം കാണുന്ന എനിക്ക് തോന്നുന്നത്. ആ, ഞങ്ങൾ എന്തിനാ അതിനെ കുറിച്ച് സംസാരിക്കുന്നത്? വാ, നമുക്ക് പോവാം. അഭിയേട്ടൻ എന്നോട് കാണിക്കുന്നത് അമലേട്ടനോട് പറഞ്ഞ ചിലപ്പോ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇനി അമലേട്ടനെ കാണണം. ഓ, നീ വന്നോ? ഞാൻ വിചാരിച്ചു വരത്തില്ലാന്ന്. അല്ല, നിന്റെ കയ്യിൽ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. നീ എന്തേ വെക്കേറ്റ് ചെയ്തില്ലേ? അതോ ഇങ്ങനെ തന്നെ വരാൻ പോവാണോ? എന്താടി, നിനക്ക് വായില്ലേ? ഞാൻ വരാൻ വേണ്ടി വന്നതല്ല, ഒരു കാര്യം പറയാൻ വന്നതാ. ഓ, നിന്റെ സ്വരത്തിന് കുറച്ച് മാറ്റമുണ്ടല്ലോ. ഞാൻ നിങ്ങളുടെ കൂടെ വരത്തില്ല. അതെന്താടി, നിനക്ക് എന്നോടുണ്ടായ പേടി പോയോ? മറന്നിട്ടില്ലല്ലോ എന്റെ കയ്യിലുള്ളത് എന്താന്ന്? നിങ്ങൾ എന്താന്ന് വെച്ചാ കാണിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഈ കാര്യങ്ങളെല്ലാം അമലേട്ടനോട് പറയാൻ പോവാം. അമലിനെ നിനക്ക് എങ്ങനെ അറിയാം? പരിചയപ്പെട്ടു ഞാൻ. നിങ്ങൾ ആകെ ഭയപ്പെടുന്നത് അയാളെ മാത്രമാണെന്ന് അറിഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഈ കാര്യം അയാളോട് തന്നെ പറയാമെന്ന് തോന്നി. നീ അത് പറയില്ല. ഞാൻ പറയും. നിനക്കതിന് പറ്റില്ല. ഒന്ന് ശ്രമിച്ചു നോക്കുന്നേ. പിന്നെ ഇന്നത്തെ കാര്യം പോട്ടെ, സാരമില്ല, ഞാൻ ഇനി അവസരം ഉണ്ടാക്കി തരാം. നീ എന്തായാലും എന്റെ കയ്യിൽ തന്നെ വന്ന് പെടും, നോക്കിക്കോ. പിന്നെ അമൽ ഇതറിഞ്ഞ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. വെറുതെ നിനക്ക് തന്നെ നീ പണി വാങ്ങിച്ച് കൂട്ടണ്ട. അപ്പൊ ശരി, ഇനിയും വീണ്ടും കാണാം. എന്തത്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? അവിടുന്ന് എന്തൊക്കെയോ ചെയ്യുന്നുള്ള ധൈര്യത്തിൽ വന്നതാ. പക്ഷെ ഒന്നും പറ്റില്ല എന്ന് തോന്നുന്നു. വൃന്ദ, ഇന്നെന്താ പരിപാടി? ഓ, നീ അറിഞ്ഞില്ലേ? ഇന്നല്ലേ ഫ്രഷേഴ്സ് ഡേ? ആണ്, ഞാൻ അറിഞ്ഞതേയില്ല. അത് ശരി. അപ്പോ നിന്നോട് ആരും ഒന്നും ചോദിച്ചത് പോലും ഇല്ലേ? ഇല്ല, ഞാനിവിടെ വന്നിട്ട് നേരവണ്ണം ആരോടും സംസാരിച്ചിട്ടില്ല. ഹേയ് മാധു. അമലേട്ടൻ. എടി, നിന്നെ വിളിക്കുന്നേ. ആ, രണ്ടുപേരുണ്ടല്ലോ. നിന്റെ പേരെന്തായിരുന്നു? വൃന്ദ അല്ലേ? ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എടി കൊച്ചെ, ഇന്ന് ഫ്രഷേഴ്സ് ഡേ അല്ലേ? നീ എന്താ ഇവിടെ നിൽക്കുന്നേ? അവിടേക്ക് പോവും, എല്ലാരും അവിടെയാണല്ലേ. ഞാനൊന്നിനുമില്ല. എനിക്ക് പങ്കെടുക്കാൻ പറ്റിയൊരു മൂഡിലല്ല, സോ ഞാൻ വരുന്നില്ല. അതെന്തു പറ്റി? എടി, ഇവക്കെന്താ പറ്റി? അറിയില്ല അമലേട്ടാ, അവള് വന്നപ്പോ തന്നെ ഇങ്ങനെയാ. ഈ സ്ഥലം ആക്കത്ര പിടിച്ചില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ.
ഇവിടെ ഇനി എത്ര വർഷം ചെലവഴിക്കാനുണ്ട്? നീ നോക്കിക്കോ, നിനക്ക് ഉറപ്പായ സ്ഥലം ഇഷ്ടമാവും. താൻ എന്റെ കൂടെ വാ, ഞാൻ നിനക്ക് പരിചയപ്പെടുത്താം ഈ സ്ഥലവും ഈ പരിസരവും. അത് വേണ്ട. വേണം, വേണമെങ്കിൽ വൃന്ദ കൂടെ വാ. ആ അതെ, ഏട്ടൻ പറഞ്ഞത് ശരിയാ. വാ അത് നമുക്ക് പോവാം. ഞാൻ വരാം. അവള് അമലിനോട് എല്ലാം പറയൂ? നോ, അവക്കതിന് പറ്റില്ല. അവളെങ്ങനെ അവനുമായിട്ട് ഇത്ര പെട്ടെന്ന് ക്ലോസ് ആയത്? അതിങ്ങനെ എനിക്കറിയാനാ? നിനക്കറിയില്ലേ നിന്റെ ഏട്ടൻ ഈ കോളേജിലെ ഹീറോ ആണെന്ന്? എന്നിട്ട് നിനക്കല്ല, പിന്നെ നീയാണെങ്കിൽ വില്ലനല്ലേ? സാം, നീ മിണ്ടാ നിൽക്ക്. അവക്ക് ഇതിനൊരു പണി കൊടുത്തേ മതിയാക്കൂ. ഏയ് വേണ്ട, ഇപ്പൊ ഒന്നും ചെയ്യണ്ട. അമലേട്ടൻ അവളുടെ കൂടെ തന്നെ ഉണ്ട്. നീ എന്തെങ്കിലും ചെയ്തെന്നറിഞ്ഞാ പിന്നെ പണിയാവേ. അതിനവൻ അറിഞ്ഞാലല്ലേ? അവൻ അറിയാണ്ട് ഞാൻ അവൾക്കൊരു പണി കൊടുക്കും. നോക്കിക്കോ. നിനക്ക് എന്താടാ പറ്റി? അവളോട് എന്തിനാ ഇങ്ങനെ ദേഷ്യം? ചുമ്മാ ഒരു രസത്തിന്. നിന്റെ രസം കൂടുന്നുണ്ട്. അമലേട്ടൻ ആദ്യമായിട്ടാ ഇത്ര അടുത്ത് ഒരു പെണ്ണിനോട് ഇടപെടുന്നത് ഞാൻ കാണുന്നത്. അമലേട്ടൻ ഇനി മാധുരിയെ ഇഷ്ടമായിരിക്കുമോ? അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നെ വരെ വേറെ ആരോടും ഇങ്ങനെ പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല. മാധു, ഞാൻ ഹോസ്റ്റലിൽ പോവാ. നീ വരുന്നുണ്ടോ? ഇല്ല, വൃന്ദ പൊക്കോ. ഞാൻ അമലേട്ടനോടൊപ്പം സംസാരിച്ചിട്ട് പിന്നെ വരാം. ശരി എന്നാ, ഞാൻ പോട്ടെ. ഓക്കെ, ബൈ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ നിനക്ക് ഈ ക്യാമ്പസ് ഇഷ്ടാവൂന്ന്? അന്ന് നീ എന്താ പറഞ്ഞത്? ഇപ്പൊ എന്ത് തോന്നുന്നുണ്ട്? ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അന്നുണ്ടായ ഭയം ഇപ്പൊ ഇല്ല. അതാണ് ഈ അമല്. പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പറയാനുള്ളത്? അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. എന്റെ ഈ കോളേജിലെ ലാസ്റ്റ് ഡേ ഞാൻ നിന്നോട് പറയും. ഓ, അത്രയ്ക്കും വെയിറ്റ് ചെയ്യണോ ഒരു കാര്യം പറയാൻ? എന്റെ ഭഗവാനെ, എന്നതാന്ന് ഇപ്പൊ തന്നെ പറയുന്നേ. അതൊന്നും പറ്റത്തില്ല, നീ വെയിറ്റ് ചെയ്യും. ശരി, എന്നാ ഞാൻ പോട്ടെ ഹോസ്റ്റലിലേക്ക്. ഇല്ലേ പണിയാവും. ശരി എന്നാ, ബൈ. ബൈ. എങ്ങോട്ടാടി എന്റെ പൊന്നു മോള് പോകുന്നത്? അവിടെ നിക്ക്. ഓ, അപ്പൊ നീ എന്നെ മറന്നിട്ടില്ല. കൊള്ളാം. അല്ല, എത്ര ദിവസം എന്നെ നിന്ന് മറഞ്ഞു നിൽക്കും? മനസ്സിലായില്ല. ഇത്രയും ദിവസം ഞാൻ നിന്റെ മുമ്പിൽ വരാത്ത എന്താന്ന് നിനക്ക് തോന്നിയില്ലേ? നിന്റെ അഡ്രസ് തപ്പി നിന്റെ നാട്ടിലെത്താൻ കുറെ ദിവസമൊന്നും എനിക്ക് വേണ്ടി വന്നില്ല. എന്റെ നാട്ടിലേക്കോ? യെസ്, നിന്റെ നാട്ടിലേക്ക്. അവിടെ ഞാൻ ഒരാളെ കണ്ടു, നിന്റെ അമ്മയെ. അപ്പോഴല്ലേ കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റിയത് നിന്നെ പറ്റി. അമ്മ മാത്രമല്ലേ ഉള്ളൂ? അമ്മ ആണെങ്കിൽ ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് അറിഞ്ഞു. അപ്പോ ഞാൻ പറയുന്നത് കേട്ടാ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല അല്ലേ? ഓ, അങ്ങനൊന്നും ചെയ്തൂടാ. എങ്കി നീ ഞാനെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ വീണ്ടും ചെയ്യും. ഞാൻ പറഞ്ഞ സ്പോട്ടില് ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. നീ വന്നേക്ക്. ഇല്ലേ നിനക്കറിയാലോ ഞാൻ എന്ത് ചെയ്യുന്നു. ചെയ്യാണ്ടിരിക്കാൻ ഞാൻ നിന്റെ ആരാ? നീ അന്ന് എന്റെ കൂടെ വന്നിരുന്നേ ഞാൻ ചിലപ്പോ നിന്നെ വിട്ടേനെ. പക്ഷെ നീ അന്ന് കാണിച്ചത് എന്താ? അതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോ പൊന്നുമോള് പൊക്കോ ഹോസ്റ്റലിലേക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞത് ചെയ്യൂ. കൃത്യം 6 മണി. 6 മണിയാവുമ്പോ ഞാൻ അവിടെ കാണും. നീ എത്തിയിരിക്കണം. അപ്പൊ ഞാൻ പോട്ടെ എന്റെ മാധു. എന്നോട് എന്തിനാ ഇങ്ങനൊക്കെ ചെയ്യുന്നേ? അതിന് മാത്രം എന്ത് തെറ്റവകാരം ഞാൻ നിന്നോട് ചെയ്തത്? മാധു, ഞാൻ എന്താ കേട്ടത്? നീ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്യാൻ പോവാണോ? എന്താടി പറ്റിയത് നിനക്ക്? എനിക്കിവിടെ പറ്റുന്നില്ല. ഞാൻ വേറെ സ്ഥലം കണ്ടുപിടിച്ചു. ഞാൻ അവിടെ പോവാ. വേറെ ഏത് സ്ഥലം? നീ കള്ളം പറയാതെ. മാധു, സത്യം പറ, നീ എങ്ങോട്ടാ പോകുന്നേ? വൃന്ദ, എല്ലാ കാര്യം ഞാൻ നിന്നോട് പറയണം. എനിക്കത് പറ്റില്ല. ഇതെന്റെ തീരുമാനം. ഞാൻ പോകും. എന്തോ വലിയ പ്രശ്നം നീ എന്നിൽ നിന്ന് മറിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്കറിയാം നിനക്കൊരിക്കലും ഞാൻ നല്ല ഫ്രണ്ട് അല്ലാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നിനക്ക് ഒന്നും എന്നോട് ഷെയർ ചെയ്യാൻ പറ്റാത്തത്.
ശരി, ആയിക്കോട്ടെ. എന്താന്ന് വെച്ചാ കാണിച്ചു, എനിക്കെന്താ. പക്ഷെ ഒരു കാര്യം മനസ്സിൽ വെച്ചോ, ഞാനിന്നും നിന്നെ കേൾക്കാൻ ഇവിടെ ഉണ്ടാവും. നിനക്ക് എപ്പോ എന്ത് തോന്നിയാലും എന്റെ അടുത്തേക്ക് വരാം. വൃന്ദ, ഐ സോറി. എനിക്ക് വേറെ നിവൃത്തിയില്ല. അതുകൊണ്ട് പ്ലീസ് എന്നൊന്ന് മനസ്സിലാക്ക്. ഞാനെല്ലാം എന്നോട് പറയാം, പക്ഷെ ഇപ്പൊ എനിക്കത്ര പറ്റില്ല. എടി, എനിക്കറിയാമായിരുന്നു നിനക്ക് എന്തോ ഉണ്ടെന്ന്. നിനക്കിപ്പോ അത് എന്നോട് പറയാൻ പറ്റുന്നില്ല. സാരമില്ല, നിനക്ക് പറയാൻ പറ്റുന്ന ആ സാഹചര്യത്തിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും നിനക്ക് വേണ്ടി. താങ്ക്യൂടി. ശരി, നീ പോവല്ലേ? ഞാൻ കൂടെ വരട്ടെ? അത് വേണ്ട. ഇവിടെ വണ്ടി ഉണ്ട് അവിടെ. ഞാൻ അങ്ങനെ പോകുന്നു. നീ ഇവിടെ നിന്നു, എനിക്ക് കുഴപ്പമില്ല. എന്താടി? ഒന്നുമില്ല, നീ വരണ്ട. നീ ഇവിടെ തന്നെ നിന്നു. ഓ, ഞാൻ വരുന്നതും നിനക്ക് പ്രശ്നമാണോ? ശരി, ഞാൻ വരുന്നില്ല. എന്നാ നീ പൊക്കോ. ടേക്ക് കെയർ. യു ടു. ബൈ. ബൈ. ഓ, അപ്പൊ പൊന്നുമോക്ക് പറയേണ്ട രീതി പറഞ്ഞ അനുസരിക്കാൻ അറിയാം. ഏതായാലും കൊള്ളാം. വാ, കേറ്. ഇനി പൊക്കിയെടുത്ത് കേറ്റാണോ? വേണ്ട, ഞാൻ വരാം. ഇത് എന്റെ അപ്പാർട്ട്മെന്റാ. ഇനി മുതൽ നിന്റെയും. എന്താടി തുറച്ചു നോക്കുന്നത്? അങ്ങനെ നോക്കിയാലൊന്നും ഞാൻ ദഹിക്കത്തില്ല. പൊന്നുമോള് പോയി മോളുടെ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ ഞാനിപ്പോ പുറത്തു പോയിട്ട് വരാം. അപ്പോഴേക്കും നീ ഫ്രഷ് ആയിട്ടൊക്കെ നിൽക്ക്. ഫുഡ് ഞാൻ ഇവിടെ ഉണ്ടാക്കാറില്ല, പുറത്തുനിന്ന് കൊണ്ടുവരാം. ഡോറിലോക്ക് പാസ്വേഡാ, സോ എനിക്കത് തുറക്കാൻ പറ്റും. നീ അകത്തുനിന്ന് പൂട്ടിക്കോ. വേറെ ആര് വന്നാലും നീ കതക് തുറക്കണമെന്നില്ല. ഞാനാണെങ്കിൽ ഞാൻ തന്നെ തുറന്നിട്ട് വരാം. എന്തായി കാണിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നെ കെയർ ചെയ്യുവാണോ അതോ എന്നോട് ദേഷ്യം തീർക്കുവാണോ? ഒന്നും മനസ്സിലാവുന്നില്ല. എന്നോട് എന്തെങ്കിലും റിവെഞ്ച് ആണെങ്കിൽ ഇതെന്തിനാ ഇങ്ങനെയൊക്കെ? എന്റെ ഭഗവാനെ, എനിക്ക് ആ മനസ്സൊന്ന് വായിക്കാൻ പറ്റിയിരുന്നേ. എവിടെ പോയി? ഇനി എന്നിൽ നിന്ന് രക്ഷപ്പെട്ടോ? ഓ, റൂമിലാണോ? ഓ, ഇവളെന്റെ കൺട്രോൾ കളയും. നാണില്ലേ നിങ്ങൾക്ക്? അത് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ഒട്ടുമില്ലാന്ന്. So sexy. എന്നിൽ നിന്ന് രക്ഷപ്പെടാന്ന് കരുതണ്ട. സത്യം പറയാലോ, നിന്റെ ചുണ്ടിന് എന്തോ ഒരു ടേസ്റ്റാ. ഓ, നിർത്താനേ തോന്നുന്നില്ല. വാ, വന്ന് ഫുഡ് കഴിക്കാം. എനിക്ക് വിശപ്പില്ല. ഏയ്, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. എന്റെ കൂടെ താമസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടേ മതിയാകും. വന്ന് ഫുഡ് കഴിക്കും. ആ, ആണെന്ന് കൂട്ടിക്കും. പിന്നെ ഈ താൻ വിളി അങ്ങ് നിർത്തിയേക്ക്. എനിക്ക് പേരുണ്ട് അബീന. നീ എന്നെ അബിയേട്ടാന്ന് വിളി. എന്നാ വാ. എന്താടി നോക്കുന്നേ? ഇതൊക്കെ ഇനി സ്ഥിരമായിരിക്കും. കൂടുതലൊന്നും സഹിക്കണ്ട, എന്നെ മാത്രം സഹിച്ചാൽ മതി. അത് മാത്രമേ ഞാൻ നിനക്ക് തരുന്നുള്ളൂ പണിഷ്മെന്റ് ആയിട്ട്. പിന്നെ നിന്റെ അമ്മയോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പറയാനുള്ള സാഹചര്യം നീ ആയിട്ട് ഉണ്ടാക്കാതെ നിന്നാ മതി. നിങ്ങളിത് എല്ലാരോടും ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്? എല്ലാരോടും അല്ല. ഞാൻ ഇന്നേ വരെ ഫ്ലേർട്ട് ചെയ്ത ഒരു ഗേളിനോട് ഞാൻ ഇങ്ങനെ പെരുമാറിയിട്ടുമില്ല. നീ എനിക്കെന്തോ സ്പെഷ്യലാ. സോ നിന്നെ സ്പെഷ്യലായി തന്നെ ട്രീറ്റ് ചെയ്യും. അതുകൊണ്ട് എല്ലാരോടും ഇങ്ങനെ പെരുമാറിയെന്ന് നീ തെറ്റിദ്ധരിക്കണം എന്നില്ല. ഓ, അപ്പോ ഇത് എനിക്ക് മാത്രമുള്ള സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് അല്ലേ? യെസ്. പിന്നെ
ഫുഡ് കഴിച്ചു കഴിഞ്ഞ ശേഷം റൂമിലോട്ട് വാ, നമുക്ക് ഒന്നിച്ച് കിടക്കാം. എനിക്ക് നാണില്ലേ? ഞാൻ പെണ്ണ, എന്റെ മനസ്സൊന്ന് മനസ്സിലാക്ക്. അയ്യോ, നിന്റെ മനസ്സ് മനസ്സിലാക്കാനൊന്നും ഞാനില്ല. എനിക്കിപ്പോ എന്റെ ആവശ്യം നേടണ്ടേ. സോ ഞാൻ എന്താ ചെയ്യും? നീ മര്യാദക്ക് ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നതാ നല്ലത്. വേഗം റൂമിലോട്ട് വാ, എനിക്ക് കുറെ നേരം വെയിറ്റ് ചെയ്യാനൊന്നും വയ്യ. കുറെ നേരം എന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കാനാണ് ഉദ്ദേശിച്ചെങ്കിൽ പിന്നെ ഞാൻ ഇപ്പൊ വിചാരിച്ചൊന്നും ആയിരിക്കില്ല നടക്കുന്നത്. അതിനപ്പുറം എന്തെങ്കിലും ഞാൻ ചെയ്തു വരും. സോ നോക്കത് നല്ലതല്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. സോ വേഗം വാ. എനിക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. എന്താ ഇവിടെ നടക്കുന്നേ? ഞാനിപ്പോ അയാളുടെ കൂടെ കിടക്കണമെന്നാണോ അയാൾ പറയുന്നേ? ഓ, അപ്പൊ പറഞ്ഞാലനുസരിക്കാൻ അറിയാം. നീ കിടന്നു, ഞാൻ വരാം. ഭഗവാനെ, എന്നെ കാത്തോളെ. എനിക്കറിയില്ല ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന്. ഞാൻ എന്തുകൊണ്ടാ ഒന്നും പ്രതികരിക്കാത്തതെന്ന് എനിക്ക് അറിയുന്നില്ല. ഓ, ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? ഞാൻ വിചാരിച്ചില്ല നീ ഇത്ര പെട്ടെന്ന് ഉറങ്ങുമെന്ന്. ഏതായാലും നന്നായി. നിനക്കറിയോ ഞാൻ എന്തിനാ നിന്നോട് ഇങ്ങനൊക്കെ ചെയ്യുന്നതെന്ന്? ഈവൻ ഐ ഡോണ്ട് നോ. നിന്നെ അന്ന് കണ്ടപ്പോ തൊട്ട് എനിക്കെന്തോ നിന്നെ ഭയങ്കര ഇഷ്ടമായി. നിന്നെ ആർക്കും വിട്ടുകൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാ ഓരോന്ന് നിർബന്ധിപ്പിച്ച് നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. നിന്നെ പേടിപ്പിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. പക്ഷെ നീ ഇങ്ങനെ എന്റെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു ഫീല്. അതുകൊണ്ടാ ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല. എനിക്ക് നിന്നെ വേണം. അതിപ്പോ എന്ത് ചെയ്തിട്ടാണെങ്കിലും. Oh my God. ഇന്നലെ എങ്ങനെയാണ് ഞങ്ങൾ കടന്നേ? Oh shit. എവിടെയൊക്കെ എഴുന്നേക്കാൻ ശ്രമിക്കുന്നേ? എനിക്ക് എഴുന്നേക്കാൻ തോന്നുമ്പോ എഴുന്നേറ്റാ മതി. അല്ലാണ്ട് എഴുന്നേക്കാൻ നിന്ന എന്റെ സ്വഭാവം മാറും. എത്ര ദിവസമായിട്ടാ ഞാനിങ്ങനെ ഉറങ്ങുന്നറിയോ? സോ അത്ര പെട്ടെന്ന് ആ സുഖം ഇല്ലാണ്ടാക്കാൻ ഞാൻ വിടത്തില്ല. പൊന്നുമോൾ അവിടെ തന്നെ കിടക്ക. ഫ്രഷ് ആവ് പോയിട്ട്, എന്നിട്ട് ഒന്നിച്ച് പോവാം കോളേജിലേക്ക്. ഓ, ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ ശരിയായി. എന്നാ വേഗം ചെല്ല്. വൈകുന്നേരം ഞാൻ ഇതേ സ്ഥലത്ത് വെയിറ്റ് ചെയ്യും. വേഗം വരണം. എന്നെ കുറെ നേരം വെയിറ്റ് ചെയ്യിപ്പിക്കാൻ നിൽക്കരുത്. എന്താ ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മാധു, വൃന്ദ, നീ ഓക്കെ ആണോ? എങ്ങനെയുണ്ട് അവിടെ താമസ സ്ഥലം? കുഴപ്പമൊന്നുമില്ലല്ലോ? നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാ, ഒരു കുഴപ്പമില്ല. സ്ഥലം ഇഷ്ടപ്പെട്ടു. ശരിക്കും? എവിടെയാ അത്? അതിവിടെ അടുത്താ. ഞാൻ ഒരു തവണ വരുന്നുണ്ട്. വാ, നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. മാധു, എന്നാ ശരി, ഞാൻ ഹോസ്റ്റലിൽ പോവാം. എനിക്ക് നിന്നെ ഒരുപാട് മിസ്സാവുന്നുണ്ട്. എന്താ ചെയ്യാം? പക്ഷെ നിനക്ക് ഹോസ്റ്റൽ ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞത്. സോ എനിക്കൊന്നും പറയാനില്ല. എന്നാ ബൈ. ബൈ, നാളെ കാണാം. ഹേയ് വൃന്ദ, എടി മാധു എവിടെ? അവളെ ഇന്ന് ഞാൻ കണ്ടതേയില്ല. എന്നും നിന്റെ ഒന്നിച്ചല്ലേ ഉണ്ടാറ്. ഇപ്പൊ എവിടെ പോയി? അത് അമലേട്ടാ, മാധു ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്തു. എന്തിന്? അറിയില്ല, അവക്കെന്തോ പ്രശ്നമുണ്ട്. അവളത് പറഞ്ഞില്ല. അവക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൾ ഇന്നലെ തന്നെ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്ത് വേറെ എവിടെയോ റൂം സെറ്റാക്കി അവിടേക്ക് താമസം മാറുവാന്നൊക്കെ പറഞ്ഞു പോയി. അങ്ങനെ ഇപ്പോൾ അവള് അവിടേക്കാ പോയത്. സോ ഹോസ്റ്റലിൽ വരില്ല. ഓ, അങ്ങനെയാണോ?
നിനക്ക് അഡ്രസ്സ് വല്ലതും അറിയാവോ? ഏ ഇല്ല, ഇവിടെ അടുത്തെവിടെയാ പറഞ്ഞത്. ഞാൻ ചോദിക്കാനും പോയില്ല. ഓ സാരില്ല, നാളെ കാണാം. അമലേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ? ഏ എന്താ? അമലേട്ടന് മാധുവിനെ ഇഷ്ടമാണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, അമലേട്ടൻ മാധുവിനെ കാണുമ്പോ പെരുമാറുന്ന രീതി എനിക്ക് കണ്ടിട്ട് അങ്ങനെയാ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. അത് പിന്നെ അമലേട്ടൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ മാധുവിനോടൊന്നും പറയാൻ പോകത്തില്ല, പക്ഷെ എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു, അതുകൊണ്ടാ ചോദിച്ചത്. അതെ, എനിക്ക് മാധുവിനെ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ അവളോട് അത് പറയാൻ നിൽക്കുക. കോളേജിന്റെ അവസാന ദിവസം അങ്ങനെയാ ഞാൻ പറഞ്ഞത്. അന്ന് ഞാൻ അവളോട് എന്റെ ഇഷ്ടം തുറന്നറിയും. അമലേട്ടന് മാധു അമലേട്ടനെ ഇഷ്ടപ്പെടും തോന്നുന്നുണ്ടോ? അതെനിക്ക് അറിയില്ല അവളുടെ മനസ്സിൽ എന്താന്ന്. നിനക്ക് എന്താ തോന്നുന്നേ? അവക്കെന്നെ ഇഷ്ടാവോ? അതെന്തൊരു ചോദ്യം അമലേട്ടാ. അവക്ക് എന്താ ഇഷ്ടപ്പെടാതിരിക്കാൻ? അമലേട്ടനെ ആർക്കാ ഇഷ്ടപ്പെടാതെ? ഉറപ്പായ അവക്ക് ഇഷ്ടാവും. അങ്ങനെ ആയാ മതിയായിരുന്നു. എന്നാ ശരി, ഞാൻ പോവാ. ശരി അമലേട്ടാ. ഞാൻ വെറുതെ എന്തൊക്കെയോ ഇനിയിപ്പോ എനിക്കൊന്നും വയ്യ. എന്റെ മനസ്സിലുള്ളത് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. വെറുതെ എന്തിനാ? ഇന്നെന്താ ബൈക്ക്? ബൈക്കോ? അതെന്താ, എനിക്ക് ബൈക്ക് എടുത്തൂടെ? പിന്നെ എപ്പോഴും കാർ എടുത്ത് നിന്നെ കൂട്ടാൻ വരാൻ ഞാൻ എന്താ നിന്റെ ഡ്രൈവറാ? എനിക്ക് തോന്നുന്നത് ഞാൻ വരും. എന്തേ, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കേറ്. മിണ്ടാണ്ട് നിക്ക്. ഇല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളത് കാണിക്കും. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അങ്ങനെ മാറി നിൽക്കാൻ ഉദ്ദേശം ഇല്ലെങ്കിലോ? സോറി. ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കാൻ തോന്നുവാടി. എന്നെ മത്ത് പിടിപ്പിക്കുക. കരയില്ല എന്റെ പെണ്ണെ. ഇനിയും എത്ര ദിവസം നമ്മളിങ്ങനെ. നീ ഇതൊക്കെ ആസ്വദിക്കാൻ പോവാ ഇനിയും കൊറേ ദിവസം. വാ, നമുക്ക് ഫ്രഷ് ആയിട്ട് വരാം. ബിക്കോസ് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം. അതെ, നിന്നെ എനിക്ക് കണ്ടപ്പോ തൊട്ട് ഇഷ്ടം. നിന്നെ എനിക്ക് തന്നെ വേണം. സോ എന്നിൽ നിന്ന് എന്തും പ്രതീക്ഷിക്കാം. ഇത് ഇഷ്ടമല്ല, ഇത് ലസ്റ്റാ. വാട്ടെവർ, ഐ ഡോണ്ട് കെയർ. എനിക്ക് നിന്നെ വേണം, അതിപ്പോ എന്തായാലും. പൊന്നുമോള് പറയുന്നത് കേട്ട് എന്റെ കൂടെ വാ. ഞാൻ വരില്ല. എങ്കിൽ ഞാൻ എടുത്തോണ്ട് പോവും. പ്ലീസ്. വാ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അഭി മാധവനോട് പെരുമാറുന്ന രീതിയും മാറിക്കൊണ്ടേയിരുന്നു. അവന് അവളോടുള്ള വികാരങ്ങൾ മാറി വന്നു. ദിവസങ്ങൾ കൂടുന്തോറും അവൻ അവളോട് കൂടുതൽ അടുത്തു. അവളുടെ ശരീരം പിന്നെ അവനൊരു അഡിക്ഷനായിരുന്നു. ദിവസങ്ങൾ ഓരോന്ന് കഴിയും തോറും അവളുടെ ശരീരത്തിൽ അവൻ തൊടാത്ത ഒരു സ്ഥലവും ഇല്ലായിരുന്നു. അവസാനം അവളും കീഴടങ്ങി അവന് മുന്നിൽ. ഓരോ ദിവസവും അവൻ്റെ സ്പർശനം അവളിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. അവൾ സ്വയം അവൻ്റെ ചൂടിനായി കാത്തുനിന്നു.
അവൾ ശരീരം കൊണ്ട് അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. കൂടാതെ അവൻ അവളോട് മാത്രം പെരുമാറിയിരുന്ന രീതി കണ്ടിട്ട് അവളുടെ മനസ്സെങ്ങും പതറിപ്പോയി. അവക്കവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അവൻ ചെയ്യുന്നതിനൊന്നും അവൾ പരാതി പറഞ്ഞില്ല. രണ്ടുപേർക്കും പറയാൻ പറ്റാത്ത ഏതോ ഒരു വികാരം മനസ്സിൽ കൂടിക്കഴിഞ്ഞിരുന്നു. എന്നാൽ പറയാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു. അഭിയേട്ടാ, വൃന്ദ എന്നോട് എപ്പോഴും ചോദിക്കും ഞാൻ എവിടെയാ താമസിക്കുന്നതെന്ന്. എനിക്ക് അവളോട് പറയാൻ പറ്റിയില്ല. പറയാതെ നിൽക്കുന്നതാ നല്ലത്. അവള് ചിലപ്പോ നീ എന്റെ കൂടെയാന്ന് അറിഞ്ഞ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കൂടാതെ അത് നിനക്കും നല്ലതല്ല. പിന്നെ ഇന്ന് ഞാൻ വരുമ്പോ ലേറ്റ് ആകും. സോ നീ വന്ന് കിടന്നു. എന്തേ? കുറച്ച് ജോലി ചെയ്ത് തീർക്കാനുണ്ട്. സോ അത് കഴിഞ്ഞ് ഞാൻ വരത്തുള്ളൂ. സോ അത്ര നേരം നീ എന്റെ കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോ എന്നാ ശരി, രാത്രി റെഡിയായി നിന്നു. എന്റെ മാധു, നീ എവിടായിരുന്നടി? എപ്പോഴും എന്നെ കാണുമ്പോ ഒഴിഞ്ഞു മാറാൻ നോക്കും. എന്താ നിനക്ക് പറ്റിയേ? ഒന്ന് സംസാരിക്കാൻ പോലും സമയമില്ലാണ്ടായോ? ഷോ, എനിക്ക് വയ്യ. അത് അമലേട്ടാ, ഒരു തിരക്ക് കാരണം. എന്റെ പൊന്നെ, ഞാനും നീ പഠിച്ചതൊക്കെ പഠിച്ചിട്ടാ ഇങ്ങോട്ട് എത്തിയത്. എന്നിട്ട് എനിക്കറിയാതെ ഏത് തിരക്കാടി നിനക്കുള്ളത്? എന്റെ ഭഗവാനെ. ദേ, ആ വൃന്ദയോട് ചോദിച്ചാലോ? അവൾ എപ്പോഴും പറയും അവള് പോയി, അല്ലെങ്കിൽ അവൾ അവിടെയാണ്, ഇവിടെയാണ്, ചക്കയാണ്, മാങ്ങയാണ്, തേങ്ങയാണെന്നൊക്കെ. ഞാനിതെപ്പോഴും കേട്ട് ഇങ്ങനെ പോവും. എടി, നിനക്ക് എന്നെ മറന്നോ? കാണാൻ പോലും അത്രയ്ക്കും തിരക്കാ. എന്താ ഇത്? സോറി. ഓ, ഒരു സോറി പറഞ്ഞാൽ തീരുമല്ലോ. അല്ലെങ്കിലും നമ്മളെ ഒന്നും ആർക്കും വേണ്ടല്ലോ. ഓ, ഓക്കെ ഓക്കെ. എന്താ ഇപ്പൊ കാര്യം? പറ. സീരിയസ്ലി നീ ഇങ്ങനെയാണോ എന്നോട് ചോദിക്കുന്നേ? ഞാനെങ്ങനെയാ നിന്നോട് പറയാ? എടി പെണ്ണെ, എന്റെ ഇവിടത്തെ കാലം കഴിയാറായി. നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? അമലേട്ടൻ എന്താ ഈ പറയുന്നേ? എടി, എന്റെ ക്ലാസ് ഒക്കെ തീരാൻ പോവാ. ഞങ്ങൾക്ക് ഇനി കുറച്ച് ദിവസങ്ങളെ ഇവിടെ ഉള്ളൂ. ഞാൻ നിന്നോട് ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്ന്. നീ അത് മറന്നോ? ഓ, ശരി. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അമലേട്ടൻ അന്ന് പറയാന്ന് പറഞ്ഞത് എന്തായിരുന്നു? ഹാവു, നീ മറന്നില്ലല്ലോ. അത് മതി. ഞാനത് ഞങ്ങളുടെ ഫെയർവെല്ലിന് പറയാം. നീ അന്ന് ഞാൻ പറയുന്ന ഒരു സ്ഥലത്തേക്ക് വരണം. അത് ശരി, അങ്ങനെയാണല്ലേ. എന്നാ ശരി, ഞാൻ വന്നേക്കാം. ഇനി ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ നിൽക്കല്ലേ. എനിക്ക് നിന്നോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ഉണ്ട്.
ഓ ആയിക്കോട്ടെ എൻ്റെ അമലേട്ടാ, ഞാൻ ഞാൻ വരാം. ഇപ്പൊ പോട്ടെ, കുറച്ച് തിരക്കുണ്ട്. ഓ ആയിക്കോട്ടെ. മാധു. ആ വൃന്ദ, നീ എവിടായിരുന്നു? ഞാൻ അന്വേഷിക്കുമായിരുന്നല്ലോ. മാധു, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്നതാ? നീ ഇത്രയും ദിവസം എവിടായിരുന്നു താമസിച്ചിരുന്നത്? വൃന്ദ, അതെന്താ അങ്ങനെ ചോദിച്ചേ? മാധു, നീ സത്യം പറ, നീ എവിടായിരുന്നു ഇത്രയും ദിവസം? ഞാൻ അപ്പാർട്ട്മെന്റില്. ആരുടെ അപ്പാർട്ട്മെന്റില്? ഞാൻ തന്നെ വാങ്ങിയതാ. മാധു, കള്ളം പറയുന്നത് നിർത്ത്. നീ ആരുടെ കൂടെ ഇത്രയും ദിവസം താമസിച്ചിരുന്നത്? വൃന്ദ, ഞാൻ സത്യം പറഞ്ഞേ. മാധു മതി, എനിക്ക് മനസ്സിലായി, എനിക്കെല്ലാം അറിഞ്ഞു. വൃന്ദ, എന്തൊക്കെയാ നീ പറയുന്നേ? എന്താ ഞാൻ പറയുന്നേന്നോ? നീ ഇത്രയും ദിവസം എന്റെ മുമ്പിൽ അഭിനയിക്കുവായിരുന്നോ? എങ്ങനെയാടി ഇതൊക്കെ നിന്നെ കൊണ്ട് പറ്റിയത്? വൃന്ദ, ഞാൻ അന്ന് എന്നെ പറഞ്ഞതാ അവൻ നല്ലതല്ലാന്ന്. എന്നിട്ടും നീ എങ്ങനെയാടി? വൃന്ദ, നീ കരുതും പോലെയല്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ എന്താടി കേൾക്കണ്ടേ? അവന്റെ സ്വഭാവം അറിഞ്ഞിട്ടും നീ അവന്റെ കൂടെ തന്നെ എങ്ങനെയാടി? വൃന്ദ, സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്ക് അബേട്ടനെ ഇഷ്ടമാ. നിനക്ക് ഇഷ്ടമാണെന്നോ? എന്താ നീ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? യെസ്, എനിക്കറിയാം ഞാൻ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പ്ലീസ് വൃന്ദ, എനിക്ക് അബേട്ടനെ ഇഷ്ടമാ. ഇല്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഒരിക്കലും നടക്കാൻ പാടില്ല. വൃന്ദ, പ്ലീസ് എന്നൊന്ന് മനസ്സിലാക്ക്. ഇല്ല മാധു, നീ തെറ്റാ ചെയ്യുന്നേ. നിനക്കിപ്പോ പറഞ്ഞാ മനസ്സിലാവില്ല. അവൻ നീ ഉദ്ദേശിക്കുന്നവനല്ല. ഒന്ന് മനസ്സിലാക്ക്. ഇല്ല, എനിക്ക് ഒത്തിരി ഇഷ്ടം. എനിക്കിനി പറ്റത്തില്ല. നീ എന്ത് പറഞ്ഞാലും എനിക്കത് കേറില്ല. മാധു, സോറി വൃന്ദ. ഞാൻ എല്ലാം പറയണമെന്ന് ആഗ്രഹിച്ചത്, പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല. എന്നോട് ക്ഷമിക്ക്. പക്ഷെ അബേട്ടനെ കുറിച്ച് നേരെ മോശമായിട്ടൊന്നും പറയല്ലേ, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. മാധു, എന്തൊക്കെയാടി? ഏയ് എക്സ്ക്യൂസ് മീ, താൻ വൃന്ദ അല്ലേ? മാധുവിന്റെ ഫ്രണ്ട് ആണല്ലേ? അതെ, എന്താ? നീയാണല്ലേ എന്നെ കുറിച്ച് അവളോട് മോശമായിട്ടൊക്കെ പറയുന്നത്? കൊള്ളാം. പക്ഷേ ഇനി മുതൽ നിന്റെ വായിന്ന് എന്നെ കുറിച്ച് ഒരക്ഷരം അവളോട് പറയാനുണ്ടാകരുത്, കേട്ടോടി? അബി, നീ ചെയ്യുന്നത് വലിയ തെറ്റാ. ഇതോർത്ത് നീ തന്നെ റിഗ്രറ്റ് ചെയ്യും, നോക്കിക്കോ. ഐ ഡോണ്ട് കെയർ. നോ, യു ഹാവ് ടു കെയർ. നിനക്കറിയോ അമലേട്ടൻ എന്തിനാ മാധുവിനോട് ഇത്ര അടുത്ത് പെരുമാറുന്നതെന്ന്? നിനക്കറിയോ? നോ, റൈറ്റ്? പക്ഷെ എനിക്കറിയാം. അമലേട്ടന് മാധുവിനെ ഇഷ്ടമാണ്. നോ, നടക്കത്തില്ല. നടക്കും. നീ വേണമെങ്കിൽ അമലിനോട് ചോദിച്ചു നോക്ക്. നോ വേ. ഞാൻ മാധുവിൽ നിന്ന് അകലാൻ വേണ്ടി പറയുക, അല്ലാണ്ട് അങ്ങനെയൊന്നും നടക്കത്തില്ല. നീ ഒന്നും അറിയാത്തോണ്ടാ ഇങ്ങനെ പറയുന്നേ. നീ എല്ലാം അറിയുമ്പോ നിനക്ക് തന്നെ തോന്നും നീ ചെയ്തത് തെറ്റാന്ന്. അപ്പൊ നീ മനസ്സിലാക്കും. നോ, യു ആർ ലൈങ്. മാധുവിനെ എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ നിനക്ക് പറ്റത്തില്ല. നിന്റെ പൊസസീവ്നെസ് ഒക്കെ നീ മാറ്റി വെച്ചാൽ മതിയാകും. ഞാൻ പറഞ്ഞത് സത്യാന്ന് പറയുമ്പോ നീ റിഗ്രറ്റ് ചെയ്യും. ഇന്ന് വൈകുന്ന് പറഞ്ഞിട്ട് ഇതെന്താ നേരത്തെ? ഒന്നുമില്ല, നിന്നെ മിസ് ചെയ്തു, അതാ വന്നേ. ഓ റിയലി? എനിക്കൊരു കാര്യം ചോദിക്കണം. ചോദിച്ചോ. അമൽ നിന്നെ എപ്പോഴും കാണാൻ വരാറുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഉണ്ടല്ലോ, ഇടയ്ക്കൊക്കെ സംസാരിക്കാൻ വരും. ഞാനും സംസാരിക്കാറുണ്ട്. ഈ കുറച്ച് ദിവസമായിട്ട് ഞാൻ മുങ്ങുമായിരുന്നു. അല്ല, എന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല. അല്ല, അമല് നിന്നോട് വേറെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. എന്തേ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. നിനക്ക് അമലിനെ കുറിച്ച് എന്താ അഭിപ്രായം?
അമലേട്ടൻ സൂപ്പർ അല്ലേ? അബിയേട്ടനെ പോലെ അത്ര മോശമല്ല കേട്ടോ, നല്ല ആളാ, എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കും. ഓഹോ, അങ്ങനെയാണോ? നിനക്ക് അവനെ കുറിച്ച് അത്രയ്ക്ക് അഭിപ്രായമാണല്ലോ. നീ റൂമിലോട്ടൊന്ന് വന്നേ. എന്തിനാ എത്ര പെട്ടെന്ന്? എന്തേ പെട്ടെന്ന് വരാൻ പറ്റത്തില്ലേ? അങ്ങനെയല്ല, എപ്പോഴും കിടക്കുമ്പോഴല്ലേ. അതിനെന്താ, ഇന്ന് കുറച്ച് ലോങ് ഡ്രൈവ് പോവാം. എന്താ ഉദ്ദേശിച്ചേ? ഇതുവരെ ചെയ്തതുപോലെയല്ല, ഇന്ന് കുറച്ച് വെറൈറ്റിയാ. സോ വേഗം വാ. അബിയേട്ടാ, എന്താ എന്താ ഇത്? ഡോണ്ട് സ്പീക്ക്. എനിക്കൊന്നും കേൾക്കാനില്ല. എന്റെ പൊന്നെ, എഴുന്നേക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് ഇങ്ങേരിത് എവിടെ പോയി? ഞാനിവിടെ തന്നെ ഉണ്ട്. എന്താ നിന്റെ കംപ്ലൈന്റ്? ഒന്നുമില്ല. ഐ എം സോറി, ഞാൻ ഇന്നലെ കുറച്ച് ഓവറായി അല്ലേ? എന്നാ പെയിൻ കില്ലർ, നീ റെസ്റ്റ് എടുത്തു. ഇന്ന് കോളേജിൽ വരണ്ട. അയ്യോ, അത് പറ്റത്തില്ല. ഇന്ന് അമലേട്ടൻ എന്നോട് എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞതാ. ഞാനിപ്പോ പോയില്ലേ, അതെങ്ങനെ ശരിയാവും? എന്ത്? അമൽ നിന്നോട് എന്തെങ്കിലും പറയാനുണ്ടെന്ന് പറഞ്ഞാർന്നോ? പറഞ്ഞായിരുന്നു, അന്ന് തന്നെ പറഞ്ഞതാ കോളേജിന്റെ അവസാന ദിവസം പറയാന്ന്. ഇന്നല്ലേ ഫെയർവെൽ, അപ്പൊ ഇന്ന് പറയുന്ന പറഞ്ഞത്. ഓ, അപ്പോ നീ ഏതായാലും വരണ്ട, ഞാൻ അവനെ കണ്ട് സംസാരിക്കാം. അല്ല, എന്നോട് ഇത് കാര്യം പറയാനുണ്ടെന്നാ പറഞ്ഞേ. അതെന്തായാലും ഇനി നാളെയോ മറ്റന്നാളോ കേൾക്കാം. ഇന്ന് വേണ്ട, നീ റെസ്റ്റ് എടുക്ക. അമൽ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഓ റാം, എത്ര ദിവസമായിടാ എന്നോട് സംസാരിച്ചിട്ട്? എന്താ ഇപ്പോ പെട്ടെന്ന്? വിശേഷം പറയാനല്ല ഞാൻ വന്നത്. ഓ ആയിക്കോട്ടെ. അല്ല, എന്താണാവോ ചോദിക്കാനുള്ളത്? മാധുവിനെ നിനക്കറിയാവോ? മാധു ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന വൃന്ദയുടെ കൂടെ ഉണ്ടാവുന്ന. യെസ്, എനിക്കറിയാം. എന്തേ? നിനക്ക് എത്രയായി അവളെ പരിചയം? അവളെ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതുവരെ ഞാൻ ഇടയ്ക്കൊക്കെ അവളോട് സംസാരിക്കാറുണ്ട്. എന്തേ, നീയും അവളും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? സേ യെസ് ഓർ നോ. യെസ്. എന്ത്? അതൊക്കെ ഞാൻ എന്തിനാ നിന്നോട് പറയണ്ടേ? അല്ല, ഇതൊക്കെ നീ എന്തിനാ ചോദിക്കുന്നത്? അതുമായിട്ട് നിനക്കെന്താ ബന്ധം? ഞാൻ ആൾക്കാർ പറയുന്നത് കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. ഓഹോ, അങ്ങനെയാണോ? അപ്പോ ഇവിടെ ആകെ അറിയാം. അല്ല, അങ്ങനെ ഉണ്ടേ നിനക്കെന്താ? എനിക്കറിയണം അത് സത്യമാണോന്ന്. അതിപ്പോ സത്യമാണെങ്കിൽ നിനക്കെന്താ? ഡാ, നീ എന്നെ പൊട്ടം കളിപ്പിക്കല്ലേ? ഞാൻ നിന്റെ അനിയനാ. സോ എനിക്കും അറിയാനുള്ള അവകാശമുണ്ട്. ഓ അങ്ങനെ. എന്നാ പറയാം. എനിക്ക് അവളെ കണ്ട അന്ന് തൊട്ട് ഇഷ്ടമാ. ഞാൻ അത് പറയാനിരിക്കുവാ. ഏതായാലും അത് നീ തന്നെ അറിഞ്ഞോ. അവളെ കണ്ട അന്ന് തൊട്ട് ഞാൻ അവളുടെ പിറകെയാ. സോ അവളെ വിട്ടുകളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അവക്കും എന്നെ ഇഷ്ടമായിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. എന്താ നിന്റെ അഭിപ്രായം? അവക്ക് എന്നെ ഇഷ്ടാവോ? എടാ അബി, ഞാൻ നിന്നോട് പറയുന്നേ. എന്തു പറ്റി? ഒന്നുമില്ല. നിനക്ക് അവളെ ഇഷ്ടമാന്ന് ഉറപ്പാ? അതെ. അവക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ മറ്റാർക്കും വേണ്ടി നീ അവളെ ഉപേക്ഷിക്കില്ലല്ലോ?
അതെന്തൊരു ചോദ്യാടാ. എനിക്ക് അവളെ എന്റെ ജീവനം തുല്യം ഇഷ്ടമാ. പിന്നെ ഞാൻ എങ്ങനെയാ മറ്റാർക്കെങ്കിലും വേണ്ടി ഉപേക്ഷിക്കുക? അവളില്ലെങ്കിൽ ഞാനില്ലെന്നാ. അവക്ക് മറ്റാരെങ്കിലും ഇഷ്ടാണെങ്കിലോ? അങ്ങനൊന്നുമില്ല അവക്ക്. അവക്ക് അങ്ങനെ ഉണ്ടായിരുന്നേ അവൾ എന്നോട് പറയുമായിരുന്നു. ബിക്കോസ് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിപ്പോ. ഉറപ്പാണോ അവക്ക് വേറെ ആരോടും അങ്ങനെ ഇല്ലാന്ന്? യെസ്, ഉറപ്പായിട്ടും അവക്ക് വേറെ ആരോടും അങ്ങനൊന്നുമില്ല. അല്ല, നീ എന്തിനാ അതൊക്കെ അറിയുന്നത്? നീയും അവളും തമ്മിൽ എന്താ ബന്ധം? നിങ്ങൾ എങ്ങനെ അറിയാവും? അവളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അവളെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ. ഓ, അങ്ങനെ. അപ്പോ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയില്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ, ഒന്നുമില്ല. ശരി എന്നാ, ഞാൻ അവളോട് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ കാര്യം പറയാനുണ്ട്. സോ അവളിപ്പോ വന്നിട്ടുണ്ടാവും. അവൾ ഇന്ന് വരത്തില്ല. അതെന്താ? അതെങ്ങനെ നിനക്കറിയാം? അതെനിക്കറിയാം. അവള് നാളെ വരത്തുള്ളൂ. ഇന്ന് അവക്ക് പറ്റത്തില്ല. നീ എന്തൊക്കെയാടാ പറയുന്നേ? നിനക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം? അതൊക്കെ അറിയാം. അതാണോ ഇവിടുത്തെ പ്രശ്നം? ചേട്ടൻ, ഇന്ന് അവളെ വെയിറ്റ് ചെയ്യണ്ട. അവൾ ഇന്ന് വരത്തില്ല, നാളെ വരും. ചേട്ടൻ പറഞ്ഞ സെയിം ടൈമില്. നിന്നോടിത് അവളാണോ പറഞ്ഞത്? അതെ. ഓ, ഓക്കെ എന്നാ, ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. നീ അവളോടും കൂടി പറഞ്ഞേക്ക് കണ്ടാൽ. ശരി. സോ വൃന്ദ പറഞ്ഞത് ശരിയാണ്. അമലിന് അവളെ ഇഷ്ടമാണ്. അപ്പോ ഞാനെന്താ ചെയ്യണ്ടേ? അവളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണോ അതോ അമലിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണോ? അമലിനെ വേദനിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അത് ഒരിക്കലും നടക്കുകയില്ല. സോ എന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തീരുമാനം ഒന്ന് മാത്രമായിരിക്കും. ഐ ഹാവ് ടു എൻഡ് ഓൾ ദ റിലേഷൻ വിത്ത് മാധുരി. മാധു, അബിയേട്ടാ വന്നോ? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? നീ നാളെ തന്നെ ഇവിടുന്ന് ഇറങ്ങണം. എന്നിട്ട് നീ നിന്റെ ഹോസ്റ്റലിൽ തന്നെ താമസിക്കണം. അതെന്താ അബിയേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമല്ല. ഞാൻ എടുത്ത തീരുമാനമായത്. നീ ഇവിടെ നിൽക്കണ്ട. അബിയേട്ടാ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എന്താ പറ്റി? ഇനി മുതൽ നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. നിന്നോടുണ്ടായതെല്ലാം ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. നിന്നെ എനിക്ക് മതിയായി. അബിയേട്ടാ, എന്താ ഈ പറയുന്നേ? നിങ്ങള് എന്തൊക്കെ പറയുന്നേ? എന്നാ നിനക്ക് കേൾക്കുന്നില്ലേ? എനിക്ക് നിന്നോട് ഒന്നുമില്ലാന്ന്. ഇതുവരെ എനിക്കുണ്ടായിരുന്നത് നിന്റെ ശരീരത്തോടുള്ള ലസ്റ്റ് മാത്രം. അല്ലാണ്ട് ഒന്നുമില്ല. നമുക്കിടയിൽ ഒന്നുമില്ല. സോ ഇന്നത്തോടെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. അബിയേട്ടാ, നിങ്ങൾക്ക് എന്താ പറ്റി? എന്തൊക്കെ പറയുന്നേ? നിങ്ങൾ ഇങ്ങനൊന്നും പറയല്ലേ. നിങ്ങൾക്കറിയാലോ ഞാൻ. മധു, സ്റ്റോപ്പ് ഇറ്റ്. എനിക്കൊന്നും കേൾക്കണ്ട. നീ നാളെ രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. അബിയേട്ടാ, നിങ്ങൾ സത്യമായിട്ടും നിങ്ങളുടെ നെഞ്ച് കൈവച്ചിട്ടാണോ പറയുന്നേ? സത്യം പറ, എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? മധു, സ്റ്റോപ്പ് ദിസ് ഡ്രാമ. എനിക്ക് ഇതൊന്നും കാണണ്ട. ഞാൻ പറഞ്ഞതിൽ ഇനി മാറ്റമൊന്നുമില്ല. കാരണം എന്താന്ന് പറ. കാരണം അറിഞ്ഞാലേ നീ പിന്മാറൂ. എനിക്ക് കാരണം അറിയണം. ബിക്കോസ് ഐ ഹേറ്റ് യു. ഇല്ല. ഞാൻ നാളെ വരുമ്പോ നീ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. പറഞ്ഞത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇത്രയും ദിവസം എന്നോട് ചെയ്തതൊക്കെ? അതൊക്കെ എന്റെ തെറ്റായിരുന്നു. നീ അതൊക്കെ മറക്കണം. നിങ്ങളുടെ ജസ്റ്റ് തെറ്റാണല്ലേ? അപ്പൊ ഞാനെന്താ ചെയ്യണ്ടേ? ഐ ഡോണ്ട് നോ. നീ ഇതെല്ലാം മറന്നിട്ട് നീ നിന്റേതായ പുതിയ ജീവിതം തുടങ്ങിയാ മതി. എന്നെ മറക്കണം. ഞാൻ എന്നോട് ചെയ്തതൊക്കെ എങ്ങനെ മറക്കണം എന്നായി പറയുന്നേ? ഐ ഡോണ്ട് നോ. നീ പക്ഷെ എന്റെ മുമ്പ് ഇനി വരാൻ പാടില്ല. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചതല്ല. ശരി, ഞാൻ നിങ്ങളുടെ കൺമുമ്പിൽ വരില്ല. നിങ്ങൾ സമാധാനമായിട്ട് ജീവിക്കും.
സോറി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം. പക്ഷെ എന്നെ കൊണ്ട് പറ്റത്തില്ല. അമലിനെ ഒരിക്കലും വിഷമിപ്പിക്കില്ല എന്ന് ഞാൻ അമ്മയ്ക്ക് നൽകിയ വാക്കാം. അതുകൊണ്ട് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നോട് ക്ഷമിക്കേ. അവനെ വിഷമിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. മാധു, ടീ. ഓ, അവള് പോയിന്നാ തോന്നുന്നേ. അവളില്ലാണ്ട് എന്നെ കൊണ്ട് പറ്റുമോ? പറ്റണം. അവള് എന്റെ ഏട്ടന്റെ പെണ്ണ, എന്റെ അല്ല. എല്ലാം മറക്കണം. തന്ന ഓർമ്മകൾ മാത്രമായി ഞാനിതാ പെണ്ണേ. കാണാൻ തോന്നുന്നുണ്ടേ എൻ നെഞ്ചം തീയാൽ കൊള്ളുന്നുണ്ടേ. എൻ ഉയിരെ നിന്നെ തേടുന്നുണ്ടേ. എൻ സഖി ജീവനായി വരൂ. കാണാൻ തോന്നുന്നുണ്ടേ എൻ നെഞ്ചം തീയാൽ കൊള്ളുന്നുണ്ടേ. എൻ ഉയിരെ നിന്നെ തേടുന്നുണ്ടേ. എൻ സഖി ജീവനായി വരൂ. മധു, എന്താ പറ്റി? നീ എന്താ ഹോസ്റ്റലിലേക്ക് തിരിച്ചു വന്നത്? നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നേ? ഒന്ന് പറ. ഞാൻ തെറ്റ് ചെയ്തു. എനിക്കറിയില്ലടി ഞാൻ എന്തൊക്കെയാ ചെയ്തേന്ന്. മധു, നീ കരയാതെ കാര്യം പറ. എന്താ പറ്റി? നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിനക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല അയാളോട്? എന്താണ്? എനിക്ക് ഇവിടെ നിൽക്കണ്ട, എനിക്ക് പോണം. മധു, നീ എന്തൊക്കെയാടി പറയുന്നേ? എനിക്കറിയില്ലടി. നമുക്കെല്ലാം അമലേട്ടനോട് പറയാം, അവന്റെ വീട്ടുകാരോട് പറയാം. വേണ്ട, എനിക്ക് ആരോടും പറയണ്ട. എനിക്കിവിടെ നിൽക്കണ്ട. മധു, അമലേട്ടൻ എന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് കണ്ടിട്ട് വരാം. മധു, ഞാനും വരട്ടെ? എന്തിന്? വേണ്ട, ഞാൻ പോയിട്ട് വരാം. പിന്നെ ഒരു കാര്യം, നീ നിന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞേക്ക്. ഇനിയും എത്രന്ന് പറഞ്ഞിട്ടാ ഇങ്ങനെ കാത്തു നിൽക്കുന്നേ? എനിക്കറിയാം നിനക്ക് അമ്പലേട്ടനെ ഒത്തിരി ഇഷ്ടമാണ്. ആരോടും ഇഷ്ടം മറച്ചിട്ട് കാര്യമില്ല. അവരുടെ മനസ്സിൽ ഞങ്ങൾക്കുള്ള സ്ഥാനം എന്താന്ന് നമുക്കറിയില്ലല്ലോ. അവരോട് എല്ലാം തുറന്നു പറയുന്നത് നല്ലത്. നീ അമലേട്ടനോട് എല്ലാം തുറന്നു പറഞ്ഞേക്ക്. അമലേട്ടാ, സോറി, ഇന്നലെ വരാൻ പറ്റിയില്ല. എന്താ പറയാനുണ്ടായെന്ന് പറഞ്ഞ? മാധു, അറിയോ? ഓക്കെ, നീ എന്താടി ഒരു വിഷമത്തിലുള്ള പോലെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കിത് കുഴപ്പം ഒന്നുമില്ല. അമലേട്ടന് തോന്നുന്നതാ. തോന്നുന്നതല്ല, നിനക്കെന്തോണ്ട്? നീ പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ. തനിക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ പറയാനുള്ള കാര്യം എങ്ങനെയാ പറയണ്ടേന്ന് അറിയില്ല. മാധു, ഐ ലവ് യു. അമലേട്ടാ, ഞാൻ പറയട്ടെ, എനിക്ക് നിന്നെ കണ്ട അന്ന് തൊട്ട് ഇഷ്ടം. അന്നെങ്ങനെയാ എന്റെ മനസ്സിൽ കയറിയെന്നറിയില്ല. പക്ഷെ ഇപ്പോ നീ ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ള അവസ്ഥയാ. I'm crazy. അമലേട്ടാ, please stop. എനിക്കിതൊന്നും കേൾക്കണ്ട. അമലേട്ടാ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഞാൻ ഒരിക്കലും നിങ്ങളെ അങ്ങനെ കണ്ടിട്ടില്ല. അമലേട്ടൻ എന്റെ ഏട്ടനെ പോലെയാ, അല്ലാണ്ട് അതിനപ്പുറം ഒന്നുമില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു നിങ്ങള് എന്നെ ഇങ്ങനെയാ കണ്ടേന്ന്. അമലേട്ടനെ പോലെ ഒരാൾക്ക് എന്നെ കാണാൻ നല്ല പെൺകുട്ടി കിട്ടും. പിന്നെ എനിക്ക് പറ്റില്ല. എനിക്കിങ്ങനെ പ്രേമിച്ച് നടക്കാനൊന്നും സമയമില്ല. എനിക്കെന്റെ കരിയർ നോക്കണം. ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. പക്ഷെ എവിടെയോ വെച്ച് ഞാൻ അതൊക്കെ മറന്നു. പക്ഷെ ഇനിയും എന്നെ കൊണ്ട് അത് പറ്റത്തില്ല. എനിക്ക് പറ്റില്ല അമലേട്ടൻ, സോറി. അമലേട്ടന് ഇതുവരെ എന്നോടുണ്ടായ ഫീലിങ്സ് ഒക്കെ ഇന്നത്തോടുകൂടി എല്ലാം മറക്കണം പ്ലീസ്. ഞാൻ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ കാരണം
എന്നോട് ക്ഷമിക്കും. അബി, മതി കുടിച്ചത്. നീ എന്താ അറിഞ്ഞിട്ടാ എന്നോട് വഴക്കിടുന്നേ? എനിക്ക് ഇനിയും വേണം. നീ എന്ത് ചെയ്യും? കണക്കുറ്റി നോക്കി ഒന്ന് തന്നാലുണ്ടല്ലോ. ഇപ്പൊ തന്നെ ഓവറാ നീ. അതിന് നിനക്കെന്താ? നീയല്ലല്ലോ, ഞാനല്ലേ. അതുകൊണ്ടാ പറയുന്നേ, ഒന്ന് നിർത്ത്. എന്താ കാര്യമെന്ന് പറ. ഓ, കാര്യം അറിയണോ നിനക്ക്? എന്നാലേ കേട്ടോ. അവൾ എന്നെ ഇട്ടേച്ച് പോയി. അല്ല, ഞാൻ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. നീ എന്തൊക്കെയാടാ പറയുന്നേ? നിനക്ക് മനസ്സിലായില്ലേ? അവളെ, ആ മാധുവിനെ ഞാൻ ഇറക്കി വിട്ടു. എന്തിനു? അവക്ക് എന്നെ അല്ലാടെ ഇഷ്ടം. അവക്ക് എന്നെ ഇഷ്ടമേ അല്ല. അതെങ്ങനെ നിനക്കറിയാം? ഏട്ടാൻ പറഞ്ഞല്ലോ അവൾ ആരെയും ഇഷ്ടമാന്ന് പറഞ്ഞിട്ടില്ലാന്ന്. സോ അവക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ. അമലോ? അതെ, അമല് തന്നെ. അവന് മധുവിനെ ഒത്തിരി ഇഷ്ടമാത്രേ. അവൻ ആർക്കു വേണ്ടി അവളെ വിട്ടുകൊടുക്കില്ല. പിന്നെ എനിക്ക് വേണ്ടി അവൻ വിട്ടുതരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എനിക്കും അവനെ വേദനിപ്പിക്കാൻ പറ്റത്തില്ല, നിനക്കറിയാലോ. സോ എനിക്ക് അവളെ ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല. അതിന് അതിന് ഞാൻ അവളോട് എല്ലാം ബ്രേക്കപ്പ് പറഞ്ഞ് ഓക്കെ ആക്കി സെറ്റാക്കി വിട്ടു. അതിന് നിങ്ങൾ തമ്മിൽ എന്ത് റിലേഷൻ ഉണ്ടായിരുന്നേ? ഓൺലി ബെഡ് അല്ലേ? അതെ, അതിൽ കൂടുതൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നീ ഇതിനെ ഇങ്ങനെ വിഷമിക്കുന്നേ? എടാ സാമ, എനിക്ക് അവളെ ഇഷ്ടമാടാ. നിനക്ക് അവളെ ഇഷ്ടമാണെന്നോ? ഒരിക്കലല്ല. നിനക്ക് ഇഷ്ടമായിരുന്നേ നീ അവളെ ഉപേക്ഷിക്കില്ലായിരുന്നു. എടാ, എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് പറ്റുന്നില്ലടാ. എടാ, ആ ഒരു കുപ്പിയും കൂടി ഓർഡർ ചെയ്യും. എനിക്കിതൊന്നും താങ്ങാൻ പറ്റുന്നില്ല. മതി കുടിച്ചത്. നീ വീട്ടിലോട്ട് പോ. വീട്ടിലോട്ടോ? അവിടേക്ക് എന്തിനാ? അവിടെ ആരുണ്ട് എനിക്ക്? എടാ, എന്നും നീ എന്ത് ചെയ്യുവാന്ന് വിളിച്ചു ചോദിക്കാൻ ഒരമ്മയുണ്ട്. എല്ലാം അറിയുന്ന ഒരച്ഛനും ഉണ്ട്. എന്നിട്ട് എന്നോടാരും ചോദിക്കുന്നില്ലല്ലോ. അതിന് നീ നേരാവണ്ണം സംസാരിച്ചാലല്ലേ. എനിക്കൊന്നും അറിഞ്ഞൂടാ. എനിക്കൊരു കുപ്പിയും കൂടി ഓർഡർ ചെയ്യും. എന്നാ കുടിച്ച ചാവ്. സാമ, നീ എന്നെ ഇട്ടേച്ച് പോവാണോ? എന്നാ നിർത്ത്. വാ, നമുക്ക് അപ്പാർട്ട്മെന്റിൽ പോവാം. എടാ, അവിടെയും അവളില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാ അവിടെ പോകുന്നേ? ഓ, ഇവനെ കൊണ്ട്. ഇവിടെ കിടന്നോ, ഞാൻ പോവാ. ഇതാരുടെ വീടാടാ? നിന്റെ അമ്മായിയുടെ. എന്റെ അമ്മായിയോ? അതിന് ഞാൻ കല്യാണമൊന്നും കഴിച്ചില്ലല്ലോ. ഇവനെന്ന് ഞാൻ. എടാ, ഇത് നിന്റെ അപ്പാർട്ട്മെന്റാ, കാണുന്നില്ലേ നിനക്ക്? ഓ, ഇത് എന്റെ അപ്പാർട്ട്മെന്റ് ആയിരുന്നോ? ശരി എന്നാ, ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. എന്റെ പൊന്നെ, ഇവൻ ഇങ്ങനൊന്നും അല്ല. എന്താ പറ്റി ഇവന്? അത്രമാത്രം സങ്കടമാണോ? ശരി എന്നാ, ഞാൻ പോവാ. ഓ, എവിടെ വന്ന് കിടക്കുവാ? ഒരു കാര്യം പറഞ്ഞിട്ട് പോവാനാ വന്നേ. ഞാനിനി ഒരിക്കലും നിങ്ങളുടെ കൺമുമ്പിൽ വരില്ല, ഉറപ്പാ. എന്തിനാ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. അമലേട്ടന് എന്നോട് ഇഷ്ടമാണെന്ന് അറിഞ്ഞു കാണും അല്ലേ? പക്ഷെ എങ്ങനെ തോന്നുന്നു നിങ്ങൾ ഉപയോഗിച്ച് കളഞ്ഞ ഒരു സാധനം എടുത്ത് നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചെന്നറിയോ? എനിക്കതിന് കിട്ടി. ഞാനിനി ഇവിടെ ഉണ്ടാവില്ല. ഞാൻ പോവാ ദൂരേക്ക്, എല്ലാരും വിട്ട്. ഇനി ഒരിക്കലും നിങ്ങളെ കാണാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പക്ഷെ എന്നെ കൊണ്ട് നിങ്ങളെ വെറുക്കാൻ പറ്റുന്നില്ല. I love you, ബേട്ടാ. I love you. മോളെ, ഒന്നുമില്ല. അത്
ചോദിക്കാറില്ലേ ആ ഫോട്ടോയിൽ കാണുന്നത് ആരാന്ന്? അത് മോളുടെ പപ്പയാ. മാധു, നീ എന്താ പറഞ്ഞേ? അമൽ, ഞാൻ പറയാം. പപ്പയ്ക്കല്ല മോളെ ചിന്നോട് ദേഷ്യം. പപ്പയ്ക്കൊന്നും ഓർമ്മയില്ലായിരുന്നു. മാധുവൊന്നും ചിന്നോട് പറഞ്ഞതുമില്ല. എന്നോട് ക്ഷമിക്കാം മോളെ. ഏതൊരു പെണ്ണിനും ക്ഷമിക്കാൻ പറ്റാത്തത് മോളോട് അവൻ ചെയ്തത്. എന്നാ മോള് ഒന്നും മനസ്സിൽ വെക്കാണ്ട് ഇപ്പോഴും അവനെ സ്നേഹിക്കുന്നെന്ന് പറയുമ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോളെ, അവൻ എന്ത് ചെയ്തിട്ടാ നീ ഇപ്പോഴും? ഞാൻ അഭിയേട്ടനെ ആത്മാർത്ഥമായിട്ടാ ഇഷ്ടപ്പെട്ട്. പക്ഷെ തിരിച്ചങ്ങനെയല്ലായിരുന്നു എന്ന് പറഞ്ഞ് എന്റെ ഇഷ്ടം വെറുതെയാന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇനി ഒരിക്കലും കാണണ്ടെന്ന് വിചാരിച്ചിട്ട് പോയതാ. പക്ഷെ വീണ്ടും തിരിച്ചു വന്നപ്പോ അഭിയേട്ടനെ കണ്ടപ്പോ എനിക്ക് ഒരിക്കലും വെറുക്കാൻ പറ്റുന്നില്ല. കൂടാതെ എല്ലാരെയും മറന്നു എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് വല്ലാതെ സങ്കടം തോന്നി. എന്നെ എങ്ങാനും ഓർക്കാൻ വല്ല ചാൻസും ഉണ്ടോ? മാധു, പ്രതാപ്, ദേവ. മാധു, ഞാൻ അപ്പാർട്ട്മെന്റിൽ പോയി. അപ്പോഴാ അറിയാൻ കഴിഞ്ഞ് നിങ്ങൾ ഹോസ്പിറ്റലിലാണ്. ഇപ്പോ വൃന്ദയ്ക്ക് എങ്ങനെയുണ്ട്? വൃന്ദയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ആ, അപ്പൊ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും അല്ലേ? പിന്നെ ദേവ, താനെന്താ ഇവിടെ? അത് പിന്നെ പ്രതാപ്, എന്റെ മോന് ആക്സിഡന്റ് ആയി. ആ, വീണ്ടും? ആ, വൃന്ദയുടെ കൂടെ അവനായിരുന്നു ഉണ്ടായിരുന്നെ. വാട്ട്? ഓ, എന്നിട്ട് അവനിപ്പോ എങ്ങനെ? ഒന്നും പറഞ്ഞില്ല ഡോക്ടർ. ഐസിയു തന്നെ. ഓ അങ്കിൾ. എന്താ? മാധുവിന്റെ അഭി എന്റെ അനിയനാ. വാട്ട്? ദേവ, നിന്റെ മോനായിരുന്നു അത്? മാധു. പ്രതാപ്, പക്ഷെ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. അന്ന് ആദ്യ ആക്സിഡന്റ് ആയപ്പോ എന്താ കാര്യം നിശ്ചയിച്ചപ്പോഴല്ലേ സാം പറഞ്ഞത് അവനൊരു കൊച്ചുമായിട്ട് അടുപ്പത്തിലായിരുന്നെന്നും അവരൊന്നിച്ച് താമസിച്ചുകൊണ്ടിരുന്നെന്നും. അപ്പോ ആ കൊച്ചു മാധു ആയിരുന്നു അല്ലേ? മാധുവിന്റെ പെങ്ങളുടെ മോള. നീയാണെങ്കി എന്റെ അടുത്ത സുഹൃത്ത്. അവളിപ്പോ എന്ത് തീരുമാനിക്കുന്നു അതിനൊന്നിച്ച് ഞാൻ നിൽക്കും. എനിക്ക് അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. മാധു, നീ എന്റെ കൂടെ വാ. എനിക്ക് വൃന്ദയോട് സംസാരിക്കാനുണ്ട്. സോ വൃന്ദയെ കാണണം. വൃന്ദ മോളെ, നിനക്കെന്നെ മനസ്സിലായോ? ഞാൻ പ്രതാപ്, മാധുവിന്റെ അങ്കിൾ. മനസ്സിലായി. അവളെ ഇത്രയും കാലം സംരക്ഷിച്ചത് അങ്കിളാണല്ലേ? എനിക്ക് ഇപ്പോഴാ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞത്. മാധുവിനോട് ഒരിക്കലും പറഞ്ഞിട്ടില്ലായിരുന്നു. അതുപോലെ മോളെ, നീ എങ്ങനെയാ അവന്റെ കൂടെ കാറില്? അത് അങ്കിൾ, ഞാൻ മോളെ കിൻഡർ ഗാർഡനിലാക്കി തിരിച്ചു വരുമ്പോഴാണ് അഭിയെ കണ്ടത്. പെട്ടെന്ന് കൈ കാണിച്ച് കാർ നിർത്തി. അഭിയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ വേണ്ടിട്ടാ ഞാൻ അവനെ അവിടെ നിർത്തിയത്. എന്നിട്ട് ഇയാള് മാധുവിന്റെ കൂടെ അന്ന് കണ്ട ആളല്ലേ? അതെ, ഞാൻ വൃന്ദ. അഭിക്കെന്നെ മറന്നു തോന്നുന്നു. ഓ, അപ്പോ തന്നെ എനിക്ക് നേരത്തെ അറിയാമോ? പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അഭിയെല്ലാം മറന്നു, അതുകൊണ്ടാ ഓർക്കാൻ പറ്റാത്തെ. താനെങ്ങോട്ടാ? വീട്ടിലോട്ടാണോ? വീട്ടിലോട്ടാ.
പക്ഷെ അഭിയെ കണ്ടപ്പോ എനിക്കൊരു കാര്യം പറയണം തോന്നി. ഓ ആണോ? എന്താ? താനിപ്പോ ഫ്രീ ആണോ? അയ്യോ, ഇപ്പൊ ഞാൻ ഫ്രീ അല്ല. എനിക്കൊരു ഇമ്പോർട്ടന്റ് കാര്യം ചെയ്യാനുണ്ട്. അവിടെ എല്ലാരും വെയിറ്റിംഗില്ല. പക്ഷെ എനിക്കിത് ഇപ്പൊ തന്നെ പറയണം. അതിപ്പോ എന്നാ ഞാനും വന്നോട്ടെ? യാ ഷുവർ. ഞാനങ്ങനെ കയറിയതാ. പിന്നീട് അവനോട് സത്യം പറയാൻ നിൽക്കുമ്പോഴാ കാറ് ആക്സിഡന്റ് ആയതും ഞങ്ങളിത് ഇവിടെ ആയതും എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. നീ എന്ത് പറയാനാ പോയത്? എല്ലാ സത്യങ്ങളും തുറന്നു പറയണോ? അഭിയുടെ എല്ലാം വിശ്വസിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? മധു, വൃന്ദ ചെയ്തത് എനിക്ക് തെറ്റായി തോന്നുന്നില്ല. അവൾ എല്ലാ സത്യങ്ങളും അവൻ അറിയണമെന്ന് ആഗ്രഹിച്ചു. അതിലൊരു തെറ്റുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിയേണ്ടതല്ലേ? പക്ഷെ പഴയ ഓർമ്മ പോലെ ആയിരിക്കില്ലല്ലോ ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കുക. അന്നത്തെ ആക്സിഡന്റിൽ അവനെല്ലാം മറന്നു. ഇന്നത്തെ ആക്സിഡന്റിൽ ചിലപ്പോ എല്ലാം ഓർമ്മ വന്നാലോ? അതെ, എങ്ങാനും ഓർമ്മ വന്നോന്ന് വെച്ചോ, നീ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാൻ പോകുന്നത്? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. നിനക്കിപ്പോഴും അവനെ ഇഷ്ടമല്ലേ? എങ്കിൽ പഴയതൊക്കെ മറന്ന് നീ പുതിയ ജീവിതം അവന്റെ കൂടെ തന്നെ തുടങ്ങണം. നിങ്ങളിനി ഒന്നിച്ച് ജീവിക്കണം. അവന്റെ തെറ്റുകൾ തിരുത്താൻ നീ ഒരു അവസരം കൊടുക്ക്. അത് ഐം സോറി. എനിക്ക് പറ്റുന്നില്ലടി, നീ ഇല്ലാണ്ട്. എനിക്ക് നിന്നെ വേണം. ഐം സോറി. ഞാൻ ചെയ്തതിനൊക്കെ. നീ അമ്മലേട്ടനെ റിജക്ട് ചെയ്യുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിനക്ക് അവനെ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിച്ച. അതുകൊണ്ടാ ഞാൻ മനഃപൂർവ്വം മാറുന്നത്. പക്ഷെ നീ നീ എന്നെ മാത്രം ഇഷ്ടപ്പെടുന്നെന്ന് എനിക്ക് അറിയാൻ പറ്റിയില്ല. പ്ലീസ് മധു, എന്നെ വിട്ട് പോവല്ല. എനിക്ക് പറ്റുന്നില്ലടി നീ ഇല്ലാണ്ട്. നീ എങ്ങോട്ടാ പോയത്? മധു, മധു, എന്നെ വിട്ടു പോലെ. മധു. ഹേയ്, ഡോണ്ട് പാനിക്. മാധു ഇവിടെ തന്നെ ഉണ്ട്. നിന്നെ വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. സോ ഡോണ്ട് വറി, ഓക്കെ? ഡോക്ടർ, മധു, എനിക്ക് മാധുവിനെ കാണണം. ഓക്കെ ഫൈൻ, ഞാനിപ്പോ വിളിക്കാം. താനിങ്ങനെ പാനിക്കാവില്ലേ? തന്റെ ഹെൽത്തിന് നല്ലതല്ല. മധു, ഐം സോറി. ആരാ ഇവിടെ മാധു? പേഷ്യൻ്റ് മാധു എന്ന് പറയുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. മാധു, മോളെ ചെല്ല. നീ എന്ത് തീരുമാനിക്കുന്നുണ്ടെങ്കിലും അതിനൊപ്പം ഞങ്ങളുണ്ടാവും. അവൻ എന്ത് ശിക്ഷ വേണേലും നിനക്ക് കൊടുക്കാം. ആ വാ, മാധു അല്ലേ? അഭിയേട്ടനിപ്പോ ആ, പേടിക്കാനൊന്നുമില്ല. അവനിപ്പോ ഓക്കെയാ. അവനെ റൂമിലോട്ട് മാറ്റും. പിന്നെ എപ്പോഴാ ബോധം വന്നേ? അപ്പോ ഞാൻ ആദ്യം ചോദിച്ചത് ഓർമ്മയെ പറ്റി തന്നെയാ. സോറി ടു സേ, അവന് എല്ലാ ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടില്ല. ബട്ട് ലാസ്റ്റ് ആക്സിഡന്റിൽ നടന്ന എന്തൊക്കെ ഇൻസിഡൻസ് അവന് കാണാൻ കഴിയുന്നുണ്ടെന്ന് പറഞ്ഞു. കൂടാതെ അവൻ മാധു ആരാന്ന് ചോദിച്ചു. മാധു എന്നുള്ള പേരല്ലാണ്ട് വേറെ ആരെയും ഓർമ്മയില്ലെന്ന് പറഞ്ഞു. That means he completely forgot everything. എനിക്ക് തോന്നുന്നത് അവന് മാധുവിനെ അല്ലാണ്ട് വേറെ ആരെയും അറിയത്തില്ലെന്ന്. അവൻ ഇപ്പൊ ചോദിക്കുന്നത് മാധുവിനെ കാണണമെന്ന് മാത്രമാണ്. അവന് മാധു ആരാ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ അവന്റെ മൈൻഡിൽ വരുന്ന പേര് മാധു എന്ന് മാത്രമാണെന്ന് പറഞ്ഞത്. സോ തനിക്ക് മാത്രമേ അവനെ നോർമലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ അദ്ദേഹത്തിന് വീട്ടുകാരെ ഓർമ്മയില്ലെന്നാണ് പറയുന്നത്. യെസ്, പക്ഷെ അത് ഇപ്പോ മാത്രമാണ്.
മേ ബി ഫ്യൂച്ചറിൽ അവന് എല്ലാരെയും ഓർമ്മ വരാൻ ചാൻസ് ഉണ്ട്. ഇത് ഫസ്റ്റ് സ്റ്റേജാ, സോ പേടിക്കാനൊന്നുമില്ല. തനിക്ക് ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോ ഇനി താൻ ചെയ്യേണ്ടത് താൻ എന്താണോ പറയുന്നത് അതായിരിക്കും അവൻ വിശ്വസിക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് എന്താണോ അവൻ ഓർക്കേണ്ടത് എന്ന് ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ മാത്രം അവനോട് പറയുക. അതാണ് സത്യമെന്ന് അവനെ കൊണ്ട് വിശ്വസിപ്പിക്കുക. അങ്ങനെ അവനെ ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, ബാക്കി കാര്യങ്ങൾ ഞാൻ ദേവിനോട് സംസാരിക്കാം. തമ്പുക്കു മാധു, ഇപ്പൊ അവന് ഒന്നും ഓർമ്മയില്ല. സോ നീ ഇനിയും അവന്റെ കൂടെ തന്നെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് പറയാം, എന്തു വേണേലും. സത്യം വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വേറെന്തേലും. പക്ഷെ അവന് ഞങ്ങളിൽ നിന്ന് ദൂരെയാക്കല്ലേ. അബിയേട്ടാ, മാധു മാധു മാധു, നീ എങ്ങോട്ടാ പോയത്? എന്നെ വിട്ട് എനിക്കെന്തോ പോലെ ആവാം. ഞാൻ എവിടേക്കും പോയിട്ടില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അബിയേട്ടന് വെറുതെ തോന്നുന്നതാ. പപ്പ ആര്? ഞാനോ? മാധു, ഇത് നമ്മുടെ മോള. അബിയേട്ടൻ മറന്നോ? അബിയേട്ടൻ ലാസ്റ്റ് ടൈം എന്നോട് ചെയ്തത് മറന്നോ? ഞാൻ പ്രഗ്നന്റായി. മാധു, എനിക്ക് ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. ഇറ്റ്സ് ഓക്കെ. അബിയേട്ടനൊന്നും ഓർക്കണ്ട, അത് നല്ലത്. എന്നാലും ഇത്രയും വലിയ മോളൊക്കെ അതെങ്ങനെയാ? ഇത് ഭഗവാനെ. എടാ ചേർക്ക, നീയേ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി എന്ന് കൂട്ടിക്കോ. മാധു, ഇത് അമലേട്ടൻ, അബിയേട്ടന്റെ ഏട്ടനാ. മറന്നോ? അമൽ, ഞാനെവിടെ? ഞാൻ പേര് അറിയാം എനിക്ക്, പക്ഷെ എവിടെയാന്ന് ഓർമ്മ വരുന്നില്ല. അത് സാരമില്ല, എല്ലാരും പതിയെ ഓർക്കാം. അച്ഛനമ്മ പുറത്തുണ്ട്, വിളിക്കണോ? അച്ഛനും അമ്മയോ? അബിയേട്ടന്റെ അച്ഛനും അമ്മയും. എന്റെയോ? അപ്പോ എനിക്ക് ഫാമിലി ഒക്കെ ഉണ്ട്? എല്ലാരും ഉണ്ട്. ഇല്ല, പപ്പയ്ക്ക് മോളോട് ദേഷ്യമൊന്നുമില്ല. ഇങ്ങ് വാ, പപ്പയുടെ ചുന്ദരി കുട്ടി ഇങ്ങോട്ട് വന്നേ. മമ്മയെ പോലെ തന്നെ ഒരു സുന്ദരിയ. ഇല്ല, പപ്പ ഒരിക്കലും ഇനി മോളെ മറക്കില്ല. ആരെയും മറക്കില്ല. പപ്പ ആരെയും മറക്കില്ല. ചിന്നോസേ, മാധുവിനെ കണ്ടോ? ഓ, ഈ പെണ്ണിന്റെ കാര്യം ഇത് കണ്ടാ തോന്നുന്നു നീ ഏതോ കമ്പനിയിലെ CEO ആണ്, തിരക്കിട്ട് പോവുകയാണെന്ന്. ആകെ LKG പോകുക, എന്നിട്ട് ലേറ്റ് ആവും പോലും. എനിക്ക് വയ്യ. അമ്മയെ പോലെ തന്നെ തനി പകർപ്പ്. വാ, ഞാൻ ഒരുക്കി തരാം. എന്നിട്ട് നിന്നെ അയച്ചിട്ട് വേണം അമ്മയോട് സമാധാനമായിട്ട് സംസാരിക്കാൻ. സത്യം, ഇവൾ എന്റേത് തന്നെയാ. മാധു, കഴിഞ്ഞില്ലേ നിന്റെ വർക്ക്? അപ്പേട്ടാ, മാറിതൊക്കെ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. എപ്പോഴും ഒരേ കാരണം പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു മാറില്ലേ?
ഒഴിഞ്ഞ മാറുമല്ല. കാണുന്നില്ലേ ഇവിടെ എന്തുമാത്രം ജോലിയാണല്ലേന്ന്. എനിക്ക് അതൊന്നും അറിയണ്ട. എനിക്ക് നീ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ ഇഷ്ടമാവുന്നില്ല. എന്താ ഇത്? പ്ലീസ്. നിനക്ക് തോന്നില്ലേ ചിന്നൊരു കളിക്കൂട്ടുകാരി വേണമെന്ന്? അതിനെന്താ, അവർക്ക് ഇഷ്ടം പോലെ കൂട്ടുകാരെ കിട്ടും. അങ്ങനെയല്ല, സ്വന്തം വീട്ടില്. അങ്ങനെ തോന്നിട്ടൊന്നുമില്ല. അങ്ങനെ തോന്നുവാണേ അറിയാലോ, വൃന്ദയും അമലേട്ടനും കെട്ടാൻ പോവാ. സോ ഉടനെ ഒരു ഹാപ്പി ന്യൂസ് പ്രതീക്ഷിക്കാം. അത് അവരുടെ കാര്യം. നമുക്ക് നമ്മളുടേതായ ഒരു പറഞ്ഞു എങ്ങോട്ടാ? മധു, പ്ലീസ് പ്ലീസ്, നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്താലോ? ഒരാൾക്ക് വേണ്ടി. അടുത്ത പോലെ തന്നെ നിങ്ങൾ മാറത്തില്ല. യെസ് മൈ ബേബി. ನಿನ್ನ ಜೊತೆ ನನ್ನ ಕಥೆ ಒಂದೊಂದು ಸಾಲು ಜೀವಿಸಿದೆ. ನನ್ನ ಜೊತೆ ನಿನ್ನ ಕಥೆ ಬೇರೊಂದು ಲೋಕ ಸೃಷ್ಟಿಸಿದೆ. ഞാൻ വിചാരിച്ചത് ഞാൻ നേടിയിരിക്കും. Your games, daydreams, sugar and smoke rings. I've been a fool for strawberries and cigarettes. Always taste like your headlights on me, racing through 16. I've been a fool for strawberries